പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൽ വന്ദനങ്ങൾ. സ്പിരിച്വൽ വാർഫെയർ എന്നതിനെ സംബന്ധിച്ചാണ് പാഠം. ഈ വചന പഠനത്തെ ദൈവം നമുക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് തരട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വരാൻ ഇത് പ്രത്യേക കാരണമായി തരട്ടെ. ഞാനീ പറയുന്ന പാഠങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ദൈവം ഇടപെട്ട് പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുസ്തകം വായിക്കുന്നതിനെതിരല്ല. പുസ്തകം ആവശ്യത്തിന് വായിക്കുന്ന ആളാണ്. എങ്കിലും ഈ പാഠങ്ങൾ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കാലങ്ങളായിട്ട് ഈ ആത്മീക ശുശ്രൂഷയിൽ ചില മണ്ഡലങ്ങളിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയതിൽ പഠിപ്പിച്ച പാഠങ്ങളിൽ ഒരു പാഠമാണ് ഈ പാഠം. ഈ ഞാൻ പറഞ്ഞല്ലോ, മിക്കപ്പോഴും അധികം ഹാൻഡിൽ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈ കാര്യം. അതുകൊണ്ട് അതിൻ്റെ ഗൗരവവും ആളുകൾക്ക് വലിയ പിടിയില്ല. ഇതാരോ ചിലർക്ക് വേണ്ടിയുള്ള എന്തോ ഒരു കാര്യമായിട്ടാണ് ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് തോന്നുന്നത്. പക്ഷേ എന്താണ് ഈ പറയാൻ പോകുന്നത് എന്ന് ഒരു ഭാഗം വായിച്ചുകൊണ്ട് ഒന്ന് തുടങ്ങി പറയാം നമുക്ക്. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യം ആദ്യം നമുക്കൊന്ന് നോക്കാം. 2 കൊരിന്ത്യർ. പൗലോസ് അപ്പോസ്തലൻ തന്നെ ഒരു സാക്ഷ്യം പറയുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ധാരാളം സാക്ഷ്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഈ സാക്ഷ്യം ഒന്ന് സൂക്ഷിച്ചു നോക്കും. അവിടെ പറയുന്നത് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയ ഉത്സവമായി നടത്തുകയും. അപ്പോൾ നോക്കൂ, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയ ഉത്സവമായി നടത്തുക. ഉത്സവം എന്ന വാക്ക് നമുക്കറിയാവുന്ന വാക്കാണ്. ഇന്ത്യയിൽ ധാരാളം ഉത്സവങ്ങളുണ്ട്. ഉത്സവം എന്ന് പറഞ്ഞാൽ അതൊരാഘോഷമാണ്, അതൊരു തിമിർപ്പാണ്. ഈവൻ കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ഉത്സവം വന്നാൽ. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എല്ലാം അറിയണമെന്നില്ല, അർത്ഥമെല്ലാം അറിയണമെന്നില്ല, പക്ഷെ ഉത്സവമാണെന്നറിയാം. പൊതുവെ ഒരു സന്തോഷത്തിൻ്റെ സമയമാണ് ഈ ഉത്സവം എന്ന് പറയുന്നത്, അത് ആഘോഷിക്കുന്നവർക്കെല്ലാം. ഇവിടെ പറയുന്നത് ഒരു ഉത്സവമാണ്, പക്ഷേ ഉത്സവം ജയത്തിൻ്റെ ഉത്സവമാണ്. അപ്പോൾ അത് സാധാരണ ജയമല്ല. സാധാരണ ജയത്തിന് ആരും അങ്ങനെ എക്സൈറ്റഡായിട്ട് ഭയങ്കര ഉത്സവമൊന്നും കൊണ്ടാടാറില്ല. ഇപ്പം സാധാരണ ഒരു പഠിച്ചു വരുന്നൊരു കുട്ടിക്ക് ഒരു ഓർഡിനറി വിക്ടറി ഉണ്ടായി, ജയം ഉണ്ടായി, അതിനകത്ത് എന്താണ് ബിഗ് ഡീൽ? ആ ആളിനെ സംബന്ധിച്ചിടത്തോളം മേ ബി ഒരു വലിയ കാര്യമാണെങ്കിലും അതിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ചൊരു ഭയങ്കര ഉത്സവം ഉണ്ടാകണമെങ്കിൽ 1-ാം റാങ്കുകാരനായി തീരണം, അല്ലെങ്കിൽ ഒരു എക്സെപ്ഷണൽ വിക്ടറി ഉണ്ടാവണം. എക്സെപ്ഷണൽ വിക്ടറി ഉണ്ടായാലാണ് ആഘോഷം ആചരിക്കത്തക്ക ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒന്ന് തുള്ളിച്ചാടി ഒന്ന് സന്തോഷിക്കാൻ ഇടയുണ്ടാകുന്നത് എക്സെപ്ഷണൽ വിക്ടറിയാണ്, ഭയങ്കര വിക്ടറിയാണ്. ഇവിടെ നിന്ന് പറയുന്നത് അടങ്ങിയിരിക്കാൻ മേലാത്ത ജയം, അങ്ങനെ തുള്ളിച്ചാടുന്ന ജയം. ആ വാക്ക് സൂക്ഷിച്ചു നോക്കൂ. ക്രിസ്തുവിൽ ഞങ്ങളെ, ദാറ്റ്സ് ഇറ്റ്. വല്ലപ്പോഴും ഒരിക്കലല്ല. ആളുകൾക്ക് ഈ അങ്ങനെയുള്ള എക്സെപ്ഷണൽ വിക്ടറി എന്ന് പറയുന്നത് അവർ അപൂർവ സംഭവമാണ് മനുഷ്യ ജീവിതത്തിൽ. പക്ഷേ ഇതങ്ങനല്ല. എപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് തുള്ളിച്ചാടത്തക്ക ജയം, റൈറ്റ്, ജയോത്സവമായി നടത്തുകയും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ എവിടെ പോയാലും മണക്കുമെന്ന്. എങ്ങോട്ട് പോയാലും ഞങ്ങളെ മണക്കും. മനുഷ്യന് സ്വാഭാവികമായ മണമുള്ളവനല്ലല്ലോ, മനുഷ്യനെ സ്വാഭാവികമായി നാറുന്നവനാണ്.
ആളെ നല്ലപോലെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് ആൻറ്റി പെർസ്പിറൻറ്റും സ്പ്രേയും ഒക്കെ അടിച്ച് നടന്നെങ്കിൽ മണക്കുള്ളൂ, അല്ലെങ്കിൽ മനുഷ്യൻ നടന്നവനാണ്. ഇവിടെ ഞങ്ങൾ എങ്ങോട്ടിറങ്ങിപ്പോയാലും ഞങ്ങളെ മണക്കും. പക്ഷെ മണക്കുന്നത് ഞങ്ങളെ അല്ല, പിന്നെ ക്രിസ്തുവിനെ മണക്കും. അപ്പോൾ അവർ ഭയങ്കര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ക്രിസ്തുവിനെ മണക്കണമെങ്കിൽ. എങ്ങോട്ടിറങ്ങിപ്പോയാലും ഈ ശരീരത്തിൽ നിന്ന് ജഡത്തിൽ നിന്ന് ക്രിസ്തുവിനെ മണക്കണമെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഇതിനകത്ത് നമ്മളിന്നലെ പറഞ്ഞ പാഠങ്ങൾ ഇതുമായിട്ട് ആക്ച്വലി റിലേറ്റഡ് ആണ്, റൈറ്റ്? അപ്പം അങ്ങനെ ഞങ്ങളെ എപ്പോഴും ജയ ഉത്സവമായി നടത്തുകയും എങ്ങോട്ട് പോയാലും ഞങ്ങളെ മണക്കുകയും ചെയ്യത്തക്ക തരത്തിലുള്ള ഒരു ആത്മീയ ജീവിതമാണ് പൗലോസ് നയിച്ചത്. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, റോമൻസ് 8:35-39. റൈറ്റ്. ആ പ്രയോഗം നോക്കൂ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. ഭൂമിയിലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവൻ അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം ബാക്കി ലിസ്റ്റ് ചെയ്യുകയാണ്. മരണത്തിന്, ജീവന്, വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്ക്, ഇപ്പോഴുള്ളതിന്, വരുവാനുള്ളതിന്, ഉയരത്തിന്, ആഴത്തിന്, പിന്നെ നെയിം എനിത്തിങ്, എന്ത് സൃഷ്ടിക്കോ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ ഞങ്ങൾ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആദ്യത്തെ പ്രയോഗം. ഇതിലൊക്കെയും ഞങ്ങൾക്ക് പൂർണ്ണ ജയം തരുന്നു. കംപ്ലീറ്റ് വിക്ടറി. അപ്പം എപ്പോഴും ജയം, എല്ലാത്തിലും ജയം, തുള്ളിച്ചാടത്തക്ക ജയം. അങ്ങനെങ്കിൽ തോൽവി എന്ന് പറഞ്ഞൊരു കാര്യം അതിനകത്ത് ഇല്ല. അതാണ് പൗലോസിൻ്റെ ആത്മീയ ജീവിതമെന്ന്. നമ്മുടെ കാര്യം ഒന്ന് പറ. അങ്ങനെ അങ്ങ് തുള്ളിച്ചാടത്തക്ക ജയത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും? ആണോ? കം ഓൺ, ബി ഓണസ്റ്റ്. സ്തോത്രം. തുള്ളിച്ചാടത്തക്ക ജയമൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഈവൻ തോൽവി ഉണ്ടെന്ന് പോലും വലിയ പിടി നമുക്ക് ഉണ്ടാവുന്നില്ല. തോൽവി ഉണ്ടെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഭാഷയ്ക്ക് പറഞ്ഞാൽ എവിടെങ്കിലും വീണ് നല്ലപോലെ മുട്ടും പൊട്ടി, കൈ ഒടിഞ്ഞു, മൂക്കും പൊട്ടി ഒക്കെ വന്നെങ്കിൽ മാത്രമേ പറയുള്ളൂ അയ്യോ ദൈവമേ സോറി, ഒരു കുഴപ്പം പറ്റിയെന്ന് പറയുന്നു. എല്ലാ ദിവസവും സന്ധ്യ ആവുമ്പോഴത്തേക്ക് വീട്ടിൽ ചെല്ലുമ്പം ഹല്ലേലൂയ ഇന്ന് ജയമായിരുന്നു എന്ന് പറയത്തക്ക സ്ഥിതിയാണോ എല്ലാ ദിവസവും ഉള്ളത്? അല്ലല്ലോ. ജയം അല്ലെങ്കിൽ പിന്നെന്താണ്? രണ്ടിന് ഇടയ്ക്കൊരു കാര്യമില്ലല്ലോ. ജയം അല്ലെങ്കിൽ പിന്നെ തോൽവിയാണ്. പക്ഷെ അതും നമുക്ക് ഫീൽ ചെയ്തില്ലല്ലോ. അപ്പം ജയവും ഫീൽ ചെയ്തില്ല, തോൽവിയും ഫീൽ ചെയ്തില്ല. അത് ടെറിബിൾ സ്റ്റേറ്റ് അല്ലേ. തോൽവി പറ്റിയെന്നറിഞ്ഞാൽ ജയിക്കാൻ വഴി ഉണ്ടാക്കാം. പക്ഷെ തോൽവി പറ്റിയെന്ന് അറിഞ്ഞില്ലെങ്കിലോ നമുക്ക് ജയം ഉണ്ടാവില്ല. അവിടെ വേറെ ഭാഷയിൽ ഞാൻ പറയാം. എന്താ നമുക്ക് ഈ തോൽവി ഉണ്ടായത്? നിങ്ങൾ ആരാ രാവിലെ എഴുന്നേറ്റപ്പം ഇന്ന് തോക്കണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്നവരാരാ? ആരെങ്കിലും ഒരാൾ അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ? നമ്മളെന്തിനാണെന്നേ ഈ വചനം പഠിക്കാനും ദൈവത്തെ സേവിക്കാനും ഇറങ്ങിത്തിരിച്ച്? ജയിക്കാൻ വേണ്ടിയല്ലേ ഇറങ്ങിത്തിരിച്ചത്? അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിച്ചാൽ പോരെ? ഇവിടെ ലോകമോഹം വിട്ടിട്ട്, പാപം വിട്ടിട്ട് ദൈവത്തെ സേവിക്കണമെന്ന് ഇറങ്ങി തിരിച്ചതിൻ്റെ അർത്ഥം യു റിയലി വാണ്ടഡ് ടു മേക്ക് ഇറ്റ്. അവിടെ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചു. സ്വർഗത്തിൽ പോകണമെന്നും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നും ശരിക്കും ആഗ്രഹിച്ച് തന്നെയാണ് ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ആ ആഗ്രഹം ഉണ്ടായിട്ടും വലിയ തോൽവിയെ പറ്റിയ ചില സമയങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ആർക്കുണ്ടായിട്ടുള്ളത്? അപ്പം ദിവസവും നമുക്ക് ജയം ഉണ്ടാവുന്നില്ല. ചില സമയത്ത് മേജർ തോൽവികളും ഉണ്ടായി. ആഗ്രഹിച്ചിട്ടോ അങ്ങനെ തോൽവിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടോ അല്ല നമുക്ക് തോൽവി ഉണ്ടായത്. പിന്നത്തെ തോൽവി ഉണ്ടാകാൻ കാരണം നിങ്ങൾ ആഗ്രഹിച്ചില്ല.
ആൻഡ് യു ഡിഡ്ന്റ് വാണ്ട് ടു ബി ഡിഫീറ്റഡ്. യു ഡിഡ്ന്റ് ഡു എനിത്തിങ് ടു ബി ഡിഫീറ്റഡ്. പക്ഷേ തോറ്റുപോയി. വൈ? എന്ന് പറഞ്ഞു നോക്കാമോ? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കാഞ്ഞിട്ടും ഈ തോൽവി ഉണ്ടായതെന്ന്? ജയിക്കാനല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? അതല്ലേ സിൻസിയറായ ആഗ്രഹം? ദെൻ വൈ? വാട്ട് ഡു യു തിങ്ക്? അതാലോചിച്ച് നോക്ക്. എന്താണ് പിന്നെ തോക്കാൻ കാരണം? നിങ്ങളെ തോൽപ്പിച്ചതല്ലേ? അറിഞ്ഞില്ലെങ്കിലും നിങ്ങളെ തോൽപ്പിച്ചതല്ലേ? ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ ആഗ്രഹിച്ചില്ല, നിങ്ങൾ ജയിക്കാൻ ആഗ്രഹിച്ചിട്ടും in spite of your decision or desire to be successful, you failed. Why? It's against your will. It's against your wish. But it happened. അപ്പം നിങ്ങൾ അറിയാത്ത, ശ്രദ്ധിക്കാത്ത എന്തോ ഒരു ശക്തി, ഒരു മണ്ഡലം നമ്മളെ പരാജയപ്പെടുത്തി. സാധിക്കണമെന്ന് ആഗ്രഹിച്ചത് സാധിക്കാതെ പോയി. വല്ലപ്പോഴും അല്ലല്ലോ, കൂടെ കൂടെ സംഭവിക്കുന്നു. അപ്പം നമ്മൾ കാണാത്ത ഏതോ ഒരു ലോകം, ഒരു ശക്തി നമ്മുടെ ഈ പരാജയത്തിൻ്റെ പിൻപിലുണ്ട് എന്നതാണ് സത്യം. വെളിപ്പാട് പുസ്തകം നിങ്ങളൊന്ന് എടുത്താൽ, അതിൻ്റെ 2-ാം അധ്യായം എടുത്താൽ, 2ഉം 3ഉം അധ്യായം, അവിടെ സഭകൾക്ക് ദൂത് പറയുന്നതാണ്. ഓരോ സഭകളോടും ദൂത് പറയുമ്പോൾ വളരെ പ്രത്യേകമായ ഒരു പ്രയോഗം ഓരോ സഭകളുടെയും ദൂതിൻ്റെ ഉപസംഹാരത്തിലുണ്ട്. എന്താണെന്നറിയാമോ? ഓരോ പാരഗ്രാഫും അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന പ്രയോഗം 7-ാം വാക്യത്തിൻ്റെ 2-7 നോക്കാമോ? ജയിക്കുന്നവന്. ഇത് ഈ ഒരു സഭയോടല്ല, നിങ്ങൾ 7 സഭയോടുള്ള ദൂത് നോക്കൂ. എല്ലാത്തിൻ്റെയും കൺക്ലൂഷൻ ഇതാണ്: ജയിക്കുന്നവന് ഞാനിത് കൊടുക്കും. അപ്പം ദൈവത്തിൻ്റെ സഭയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ജയമാണ്. ദൈവത്തിൻ്റെ സഭയ്ക്ക് തോൽവി എന്നും പറഞ്ഞൊരു നേച്ചർ ഇല്ല. ദൈവത്തിൻ്റെ സഭ ജയിക്കുന്നതാണ്. നിങ്ങൾ പോകുന്ന സ്വർഗത്തിലെ കൂട്ടർ നോക്കണം. കുറെ തോറ്റ ആളുകളുടെ ഒരു സംഘമാണോ സ്വർഗത്തിലുള്ളത്? സ്വർഗത്തിൽ ജയിച്ചവരുടെ സ്ഥലക്കല്ലേ കാണുന്നത്? ദൈവസഭയ്ക്ക് എന്തിനു തോക്കണം? ഞാൻ വേദപുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ക്രിസ്തു എന്ന മണവാളൻ്റെ മണവാട്ടിയാണല്ലോ അവൻ്റെ സഭ, അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നല്ലേ പറഞ്ഞത്? കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ മണവാട്ടി. ഈ കുഞ്ഞാട് എപ്പോഴും ജയിക്കുന്ന മണവാളൻ. ഒരിക്കൽ പോലും അവിടത്തേക്ക് തോൽവിയില്ല. സർവ്വസമയം ജയം. അപ്പം അങ്ങനെ സർവ്വസമയം ജയിക്കുന്ന ഒരു ചെറുക്കൻ എപ്പോഴും തോക്കുന്നൊരു പെണ്ണിനെ കെട്ടുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭൂമിയിൽ നല്ല മിടുക്കൻ ചെറുക്കൻ മിടുക്കി പെണ്ണിനെയല്ലേ കെട്ടുള്ളൂ? സ്വാഭാവികമായിട്ട് അതേ ചേരുള്ളൂ, അല്ലെങ്കിൽ ചേരത്തില്ല. അപ്പം ഈ ജയിക്കുന്ന സർവ്വസമയത്തും ജയിക്കുന്ന മണവാളന് കൂടെ കൂടെ തോക്കുന്ന മണവാട്ടി പെണ്ണ് പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം സ്വാഭാവികമായി പറഞ്ഞാൽ ജയിക്കുന്ന മണവാളന് ജയിക്കുന്ന മണവാട്ടി വേണം. അപ്പം തോൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ദൈവസഭയ്ക്ക് വാസ്തവത്തിൽ ഇല്ല, പാടില്ല. തോറ്റാൽ അതിന് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പം വേണ്ടത് എപ്പോഴും ജയമാണ്, എല്ലാത്തിലും ജയമാണ്. അത് പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു എക്സെപ്ഷണലായ ഒരു അനുഭവമായിട്ടാരും ചിന്തിക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി എ ഫാക്ട്, ഇറ്റ് ഷുഡ് ബി എ റിയാലിറ്റി ആൻഡ് എ ഡെയിലി എക്സ്പീരിയൻസ് ഓഫ് എവറി സിംഗിൾ ബിലീവർ. എല്ലാ വിശ്വാസിയുടെയും ദിവസം പ്രതിയുള്ള ഒരു അനുഭവമായിരിക്കണം ഈ അനുഭവം. വാസ്തവത്തിൽ നമുക്ക് തോക്കേണ്ട ഒരു ആവശ്യമില്ല, അതാണ് സത്യം. തോക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ 29 മുതലുള്ള 28 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് നാം അറിയുന്നു.
പിന്നെ പറഞ്ഞു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ദൈവം നമുക്ക് അനുകൂലം. ക്രിസ്തു, നമ്മൾ ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടും കൊന്നിട്ടും ക്രിസ്തു നമുക്ക് അനുകൂലം, നമ്മുടെ മധ്യസ്ഥൻ. റോമൻ 8:26-27 വായിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമുക്ക് അനുകൂലം. ഓൾ ഓഫ് ഹെവൻ നമുക്ക് അനുകൂലം. സ്വർഗം മുഴുവൻ അനുകൂലമാണെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, അവിടുത്തെ മുഴു സേനയും നമുക്ക് അനുകൂലമല്ലേ? അവിടുത്തെ ദൂതഗണം നമുക്ക് അനുകൂലമല്ലേ? മുഴു സ്വർഗവും സാക്ഷാൽ ദൈവ പൈതലിൻ്റെ പിന്നിൽ നിൽക്കുന്നു. പിന്നെന്താണ് നമുക്ക് തോൽവിക്ക് കാരണം? അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും തോൽവിക്കൊരു ന്യായം പറയാൻ നമുക്ക് ഇല്ല, ഒരു എക്സ്ക്യൂസ് പറയാൻ നമുക്ക് ഇല്ല. നമ്മൾ ജയിക്കണം. പക്ഷേ അതല്ല വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ജീവിതത്തിൽ തോൽവി ഒരു യാഥാർത്ഥ്യമായി മനുഷ്യന് തുറന്നിരിക്കുന്നു. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? പൊതുവെ ആളുകൾ പറയും ആത്മീയ ജീവിതം പ്രയാസമാണ്. ജഡത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അങ്ങനെ ആത്മീയനായി ജീവിക്കാൻ വലിയ പ്രയാസമാണ്. ദൈവത്തിൻ്റെ വഴി അങ്ങ് ഒത്തിരി ഉയരത്തിലുള്ളതാണ്. അറിയില്ലേ, യെശയ്യാപ്രവചനം 55-7 വാക്യങ്ങൾ അറിയാമോ? എന്താണ് വാക്യം പറയുന്നത്? നിങ്ങളുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, അവിടുത്തെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. പിന്നെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളിലും, ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളിലും ഉന്നതമാണ്. അതാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ എടുത്തു നോക്കണം. നമ്മളിവിടെ തറയെ നടക്കുന്നു, ഭൂമിയിലല്ലേ നമ്മൾ നടക്കുന്നത്. ദൈവം നടക്കുന്നത് എവിടെ? അങ്ങ് ആകാശത്ത്. അപ്പം ഈ ദൈവം നടക്കുന്ന ആകാശത്ത് കയറി നമ്മൾ നടക്കണമെന്നാണ് ഈ വചനം പറയുന്നത്. പറഞ്ഞില്ലേ ദൈവരാജ്യം. സി, അപ്പം നമ്മൾ ഈ ഭൂമിയിൽ നടക്കാതെ സ്വർഗത്തിൽ കയറി നടക്കണം. അതെങ്ങനെ പറ്റും? നമ്മളിപ്പോൾ എത്ര മിടുക്കരാന്ന് പറഞ്ഞാലും കാലെടുത്ത് പൊക്കിയാൽ എത്രയും പൊങ്ങും. കണ്ടില്ലേ, ഈ സ്പോർട്സിലും മറ്റും കണ്ടിട്ടുണ്ടെങ്കിൽ അഭ്യാസി കാലെടുത്ത് പൊക്കിയാൽ അവൻ്റെ തലവരെ പൊക്കാൻ പറ്റുള്ളൂ, അതിന് മേളിൽ പൊക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവം തലകേട് അവിടെ ഇരിക്കുന്നത് ആകാശത്തിലല്ലേ ദൈവത്തിന് നടപ്പ്. അപ്പം എത്ര പരിശ്രമിച്ചാലും ഈ ജഡം കൊണ്ട് ദൈവത്തിൻ്റെ ആ രാജ്യത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം ഈ ഒരു സ്ഥിതിയാണ് മനുഷ്യ ജീവിതത്തിലുള്ളതെന്ന് ആളുകൾ ധരിച്ചിട്ട് പറയും ഇത് ഈ പറയുന്നത് പോലെ ഒന്നും ജീവിക്കാനൊന്നും ഒക്കത്തില്ല. പിന്നെ നോക്കാം, കുറേയൊക്കെ നോക്കാം, ലെറ്റ്സ് ട്രൈ എന്നായിരിക്കും ആളുകൾക്ക് പറയാനുള്ളത്. ഭൂമിയിൽ ഇത് പറയുമ്പോൾ തന്നെ നമ്മളതിൻ്റെ യാഥാർത്ഥ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ആത്മീയ ജീവിതം നല്ലതാണ്. ആത്മീയ ജീവിതത്തിൽ വാസ്തവത്തിൽ തെറ്റ് പറയാനില്ല. ഭൂമിയിൽ ഒരു മനുഷ്യനും ഈ പുസ്തകം ഇഷ്ടപ്പെടാതെ വണ്ണം ഇതിനകത്ത് ഒരു വകയില്ല. ഇതാര് വായിച്ചാലും ഇഷ്ടപ്പെടത്തക്ക കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ളൂ. പക്ഷേ മനുഷ്യന് ഇഷ്ടമല്ല, ഇത് കേൾക്കുന്നത് ഇഷ്ടമല്ല, ഏനാ ഇത് പ്രസംഗിക്കുന്നത് ഇഷ്ടമല്ല. ഒത്തിരി പേർക്ക്, കുറച്ച് പേർക്ക് കേൾക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇത് നല്ല വഴിയാണ്. മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ്, ദൈവസഹായത്താൽ ജീവിക്കുന്ന ജീവിതമാണ്. എന്നാലും ആത്മീയ ജീവിതം എളുപ്പമല്ല, അതല്ലേ സത്യം? ആത്മീയ ജീവിതം പ്രയാസമാണ്. നിങ്ങളൊരു പ്രത്യേക തീരുമാനമെടുത്ത് ആത്മീയമായി ഒരു പ്രത്യേക രംഗത്ത് ഒരു പ്രത്യേക ഡെസിഷൻ അങ്ങോട്ട് എടുത്ത് ഞാൻ മുമ്പോട്ട് തന്നെ പോവാണ് എന്നും പറഞ്ഞ് ഒരു റാഡിക്കൽ സ്റ്റെപ്പ് നിങ്ങളങ്ങ് എടുത്തെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്താൽ അതിൻ്റെ അർത്ഥം പിന്നെ എല്ലാം റെഡി, സ്റ്റഡി, നോ പ്രോബ്ലം എന്നാണ് അതിൻ്റെ അർത്ഥം. ആണോ അല്ലയോ? ആണോ അല്ലയോ? കേൾക്കുന്നില്ല? അല്ല. നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്താൽ അടുത്ത ദിവസം എതിർപ്പ് അല്പം കൂടി കൂടുതലായിരിക്കും. അപ്പം നേരത്തെ ചെയ്ത
ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞേ? എതിർപ്പ് കൂടും. അപ്പൊ ആത്മീയത്തിന്റെ കാര്യം എത്ര തീരുമാനം എടുത്താലും അടുത്ത ദിവസം പ്രശ്നങ്ങൾ കൂടുതലാണ്. ആമേൻ. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇറ്റ്സ് എ റിയാലിറ്റി. എന്നോട് പറയാണ്, നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. വി ട്രൂലി വാണ്ട് ടു ഫോളോ ഗാഡ്, ഫോളോ ദ സ്ക്രിപ്ചർ, serve God. But as you make more decisions for God, things become more problematic, more troubles, more hindrances on the way. പോകുമ്പോഴത്തേക്ക് അത് സാധിക്കാതിരിക്കാൻ തടസ്സങ്ങളുണ്ടാവും. നമ്മൾ ആഞ്ഞു പോകും തോറും മറ്റതിൻ്റെ ശക്തിയും കൂടി കൂടി വരും. ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ സത്യം. ഇവിടെയാണ് സ്പിരിച്വൽ വാർഫെയറിൻ്റെ കാര്യം വരുന്നത്. അപ്പം നിങ്ങൾ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാതെ there is some obstacle, there are hindrances, there are powers that try to stop you from every good decision that you make. എടുക്കുന്ന ഏത് തീരുമാനത്തെയും തടഞ്ഞു നിർത്തുന്ന ശക്തികൾ ബലത്തോടെ നിങ്ങളുടെ മുമ്പാകെ വരുന്നു. That means there is something behind it. There is somebody behind it. There is some powerful powers behind the obstacle. ഈ തടസ്സത്തിൻ്റെ പിന്നിൽ അതിശക്തമായ എന്തോ ഒരു നീക്കം ഉണ്ട്. നിങ്ങളുടെ ആത്മീക ജീവിതം ഉദ്ദേശിക്കുന്നത് പോലെ, വചനം പറയുന്നത് പോലെ സാധ്യമാക്കി തീർക്കാത്ത അതിശക്തമായ ഒരു കാര്യം ഉണ്ട്. പക്ഷേ ഇതൊരു യുദ്ധമാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളെ തോൽപ്പിക്കാനുള്ളൊരു പ്രശ്നമാണെന്ന് നമുക്ക് പിടിയില്ല. നമ്മൾ വിചാരിക്കും ആത്മീയ ജീവിതത്തിൻ്റെ സ്വഭാവമാണ് ഇത് എന്ന്. അല്ലെന്നേ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ ജയിക്കാൻ ആഗ്രഹിച്ചു, ജയിക്കാൻ തീരുമാനിച്ചു, കൂടെ കൂടെ തീരുമാനങ്ങൾ എടുത്തു, പക്ഷേ എടുക്കുന്ന തീരുമാനങ്ങൾ നിവർത്തിക്കാൻ കഴിയാതെ വണ്ണം. ഒന്നുകൂടെ പറഞ്ഞു, ഇൻസ്പൈറ്റ് ഓഫ് യുവർ ജെനുവിൻ ഡിസയർ ടു സെർവ് ഗോഡ്, ആത്മാർത്ഥമായി എടുത്ത തീരുമാനത്തെയും സമ്മതിക്കാത്ത ഈ കാര്യം എന്താണ് എന്നറിയണം. അതിൻ്റെ പേരൊന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങളെ ആത്മീയ ജീവിതത്തിൽ തോൽപ്പിക്കണമെന്ന് നിർബന്ധമുള്ള എന്തോ ഒരു കാര്യം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അതിനെയാണ് ആക്ച്വലി സ്പിരിച്വൽ വാർ എന്ന് പറയുന്നത്, ആത്മീയ യുദ്ധം. ഞാൻ പറഞ്ഞില്ല, ചില ആളുകൾ ആത്മീയ യുദ്ധം എന്ന് പറഞ്ഞാൽ പിശാചിനോട് നേരെ പോയി ഇടിക്കുക, പിശാചിനെ കൊല്ലുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് എന്നാണ് ആളുകൾ ധരിക്കുന്നത്. നോ, അതല്ല ആക്ച്വലി. അതിൻ്റെ ഇറ്റ് ഈസ് ദേ. പക്ഷേ അതിൻ്റെ അസൽ തിങ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന, തോൽവികൾ ഉണ്ടാക്കുന്ന ഈ ശക്തിയെ കണ്ടറിഞ്ഞ് അതിനെതിരെ സജ്ജമാവുന്നതിനാണ് ആത്മീക യുദ്ധം എന്ന് വാസ്തവത്തിൽ വിളിച്ചു പറയുന്നത്. അതിനെ പിശാച് എന്ന് വിളിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 8. ആ വാക്കുകൾ ശ്രദ്ധിച്ചേക്കണം. നിർമ്മതരായിരിപ്പീൻ. നിർമ്മതരായിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ബി സോബർ. ദാറ്റ് മീൻസ് പൊങ്ങച്ചൊന്നും പറയല്ല. വാട്ട് ഈസ് ഇറ്റ് ആഫ്റ്റർ ഓൾ, ഐ കൻ ഹാൻഡിൽ ഇറ്റ് എന്നൊന്നും എനിക്കറി പറയല്ല. ബി സോബർ, അണ്ടർസ്റ്റാൻഡ് ദ റിയൽ സിറ്റുവേഷൻ, ബി വെരി കെയർഫുൾ. നിർമ്മതരായിരിപ്പീൻ, പിന്നെ റൈറ്റ്, സൂക്ഷിച്ച് നടക്കണം. രാത്രിയിൽ ചുമ്മാ നടന്ന് ഉറങ്ങിക്കളയൽ. എപ്പോഴും ഉണർന്നിരിപ്പീൻ. ശരീരത്തിൽ ഉറങ്ങരുതെന്നല്ല എൻ്റെ അർത്ഥം. ഇൻ എ സ്പിരിറ്റ് ബി ഓൾവേസ് അലേർട്ട്. ഓൾവേസ്, എപ്പോഴും ഉണർന്നിരിപ്പീൻ. വൈ? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, പ്രതിയോഗി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുവായ പിശാച്, ഡെവിൾ യുവർ എനിമി, എന്ത് ചെയ്യുന്നു?
അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പിശാച് ചുറ്റി നടക്കുന്നു. പിശാച് ഇങ്ങനെ ദേശം കറങ്ങി നടക്കുകയാണ്. അയാൾ ഒരു സ്ഥലത്ത് ഉള്ളപ്പോൾ വേറൊരു സ്ഥലത്തില്ല. ബിക്കോസ് ഈസ് നോട്ട് ഓംനി പ്രസൻറ്റ്. ആമേൻ. ഇന്നിപ്പോൾ ആൾ ദുബായിലുണ്ടെങ്കിൽ ആളിന് ലണ്ടനിൽ ഇപ്പോൾ ആയിരിക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് പോകണം അവിടെ. നമ്മുടെ ദൈവത്തെ പോലെ ആൾ സർവ്വശാപിയല്ല. എന്നാൽ അയാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ ദേശം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദേശത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അതാത് അവിടുത്തെ ബിസിനസ് അനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പുള്ളി ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ ഉദ്ദേശം? ചുമ്മാ പോകണോ? ദേശം കാണാൻ പോന്ന? എന്താണ് അയാളുടെ ഉദ്ദേശം? ആരെ വിഴുങ്ങേണ്ടു. ആ വാക്കറിയാമല്ലോ, വിഴുങ്ങുക എന്ന് പറഞ്ഞ വാക്കറിയാമല്ലോ. മുട്ടൻ വായാണ്. വായ അങ്ങോട്ട് പൊളിക്കണം. വാ പൊളിച്ച് ആരെ അകത്താക്കും. അത്രയ്ക്ക് മുട്ടൻ വായാണ്. അല്ല, ആളെ പതിയെ കടിച്ചു തിന്നേണ്ട ഒന്നുമില്ല. ഒറ്റയടിക്ക് ആളെ രംഗത്തില്ലാതാക്കണം. All of a sudden, people should disappear. Disappear in the sense from the spiritual world. Not necessarily in the body. ശരീരത്തിലല്ല, ആത്മലോകത്തിൽ നിങ്ങളെ പിന്നെ കാണരുത്. അതിന് ചുറ്റിത്തിരിയുന്നു. പക്ഷെ ചുറ്റിത്തിരിയുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അയാൾക്ക് ഹി ഹാസ് എ വെരി ഡെഫിനിറ്റ് പർപ്പസ്. ചുമ്മാ നടക്കല്ല. ഹി ഹാസ് എ വെരി ഡെഫിനിറ്റ് പർപ്പസ്. ആരെ വിഴുങ്ങണം. പിന്നെ അതിനു വേണ്ടി എന്താണ്? അലറുന്ന സിംഹം എന്ന പോലെ. അതാണ് സ്ട്രാറ്റജിയാണ്. എന്താണ് സ്ട്രാറ്റജി? സിംഹം വനത്തിൽ അലറിയാൽ എവിടെങ്കിലും പമ്മിയിരിക്കുന്ന മൃഗവും ഇറങ്ങി ഓടും. കാരണം ഇത് മൃഗത്തിൻ്റെ രാജാവല്ലേ. അതിൻ്റെ ശബ്ദം കേട്ടാൽ പേടിയാണ്. ഇറങ്ങി ഓടുമ്പോൾ അതിനെ പിടിക്കാം. അപ്പം അതിന് നല്ല സ്ട്രാറ്റജീസ് ഉണ്ട്. ആരെ എവിടെ പിടിക്കാമെന്ന് അയാൾക്കറിയാം. അപ്പോൾ വെൽ ഡിഫൈൻഡ് പർപ്പസ്, വെൽ ഓർഗനൈസ്ഡ് സ്ട്രാറ്റജി ഇൻ പ്ലാൻസ്. അങ്ങനെ ആരെ വിഴുങ്ങേണ്ടുമെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇതെവിടെ? ചില ദേശത്ത് മാത്രമേ ഉള്ളൂ. അടുത്ത വാക്യം, ലോകത്തിൽ നിങ്ങളുടെ സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായിരുന്നു. ചിലടത്ത് പിശാചിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് വസ്തു വിറ്റ് നമുക്ക് വേറെ ദേശത്ത് പോകാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കണ്ടിട്ടില്ലേ? ചിലടത്ത് പിശാചിന് ഉത്തരവും കൂടുതലായുണ്ട്. വസ്തു വിറ്റ് പോയ പലരുണ്ട്. പക്ഷേ ഈ പുള്ളി ഇല്ലാത്ത നാട് ഇല്ല. ഈ പുള്ളി അവിടെയും ചെല്ലും. ഇയാൾ എല്ലായിടത്തും ചുറ്റി നടക്കുകയാണ്. ഇത് ചിലരുടെ മാത്രം പ്രോബ്ലം അല്ല, ഇത് എല്ലാവരുടെയും പ്രോബ്ലമാണ്. ഇയാൾ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്ഥലം മാറ്റം ഇതിന് യാതൊരു ഗുണവും ചെയ്യത്തില്ല. അവിടെ അതുകൊണ്ട് എന്ത് വേണം? അപ്പോൾ ഒരു യാഥാർത്ഥ്യം അവിടെ തിരിച്ചറിയണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ ഒരു പ്രയോഗം ഞാൻ ഒന്ന് പറയുകയാണ്. നമ്മൾ കാണുന്ന ഈ ഭൗമലോകം സത്യമായിരിക്കുന്നത് പോലെ നമ്മൾ കാണാത്തൊരു ലോകമുണ്ട്. There is a world that we see which is true. We know this world is true. We feel it. We live here. It's a reality. അങ്ങനെ റിയാലിറ്റി ആയിരിക്കുന്ന പോലെ വേറൊരു ലോകമുണ്ട്. There is an unseen world which is also real. ദൈവത്തെ നിങ്ങൾ ആരും കാണുന്നില്ല. ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ദൈവത്തെ കാണാൻ പറ്റില്ലെങ്കിലും ദൈവമുണ്ടല്ലോ, ഇല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് കാണാൻ മേലാത്തൊരു ലോകമാണ് ദൈവത്തിൻ്റെ ലോകം, ദൈവരാജ്യം. നമുക്ക് കാണാൻ മേലാത്ത ഒരു ലോകമാണ്. ദൈവമുണ്ടെന്നതുപോലെ നമ്മുടെ തോൽവിയും യാഥാർത്ഥ്യം. ആഗ്രഹമില്ലാതെ പല കാര്യങ്ങളും ആഗ്രഹത്തിന് വിപരീതമായി ചെയ്തു പോകുന്നു നമ്മൾ തന്നെ. പിടിച്ചു നിൽക്കാൻ മേലാതെ ചിലപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ പൊട്ടിപ്പോകുന്നു. ഡിസിഷൻ എടുത്തിട്ടും ഭയങ്കര സമ്മർദ്ദങ്ങൾ ചിലപ്പോൾ കയറി വരും അകത്ത് നിന്ന്. അപ്പോൾ വേറെ ഒരു ശക്തി ഇതിനെതിരെ വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് മുഴുവൻ ആത്മജീവിതത്തിലെ ഒരു സത്യമാണ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ നോക്കിയിട്ട് ചില കാര്യങ്ങളിലേക്ക് പോവാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, എഫേസ്യ ലേഖനം 6-ാം അധ്യായം, Ephesians 6. Right.
കമാൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച്. സർവായുധവർഗം യുദ്ധത്തിനല്ല അവൻ ഇതിനെടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ചുമ്മാ അടക്കം ആയുധം കൊണ്ട് നടക്കാറുണ്ടോ? ആരെങ്കിലും കണ്ണും കൊണ്ട് വന്നിട്ടുണ്ടോ അതിനകത്ത്? ഇല്ലല്ലോ. കത്തി കൊണ്ട് വന്നിട്ടുണ്ടോ? എന്തുകൊണ്ട്? നിങ്ങൾ യുദ്ധത്തിന് വന്നവരല്ല. ആരും നിങ്ങളെ ആക്രമിക്കും എന്ന് പ്രതീക്ഷിച്ചല്ല നിങ്ങളിവിടെ നടക്കുന്നത്. പിന്നെ ആക്രമണമില്ലാതെ, യുദ്ധമില്ലാതെ യുദ്ധോപകരണം കൊണ്ട് നടക്കേണ്ട കാര്യം ഇല്ല. അതേസമയം പ്രശ്നമുള്ളൊരു സമയത്താണെങ്കിലോ, യുദ്ധമുള്ളൊരു സമയത്താണെങ്കിലോ, അല്ല നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ആളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളൊരു സമയത്താണെങ്കിലോ, അതിനൊക്കെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ എടുത്തിരിക്കും. കണ്ണുകൊണ്ട് നടക്കാൻ അനുവാദം ഉണ്ടോ ഇല്ലയോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ചില രാജ്യങ്ങളുണ്ട് അത് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി സ്ഥിരം കണ്ണുകൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്, നൈഫും കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. കാരണം ദേ എക്സ്പെക്ട് എ പ്രോബ്ലം. അപ്പം ആ പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ദേ ആർ പ്രിപ്പയർഡ് ടു ഡു ദാറ്റ്. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചോളൂ. ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, സർവ ആയുധ വർഗം. The whole armor of God. Put on the whole armor of God. Which means you are in a battlefield. Anytime there could be a war. Anytime you could experience a defeat. So be prepared. Anytime be prepared. Day or night. Whether you're in the church, in the office, in home, anytime there could be a defeat. So thoroughly prepared and equipped എന്നാണ് വചനം വിളിച്ചു പറയുന്നത്. വിശ്വാസത്തോടെ പറഞ്ഞ ആദ്യമല്ലേ എഫേസ്യ ലേഖനം 6 ഹലോ ആണോ? വിശ്വാസത്തോടെ പറഞ്ഞതാണല്ലോ എഫേസ്യ ലേഖനം. ഓക്കെ. അപ്പം ഇവിടെ ഒരു പ്രോബ്ലം. Many people think that Jesus Christ did the battle and finished the battle, which is true. യേശു ഭയങ്കര യുദ്ധം ചെയ്തു. He fought the battle. He fought the battle with the devil. Colossians chapter 2 verse 15. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. വാഴ്ചകളെയോ ഓക്കെ ഓക്കെ ആ പ്രയോഗങ്ങൾ നോക്കിക്കോളൂ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. അപ്പം എന്താണ് വാഴ്ചകളും അധികാരങ്ങളും അവിടെ പറയുന്നത്? ഏതെങ്കിലും ഗവൺമെൻറ്റിനെ യേശു ആയുധവർഗം വെപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം? അതല്ല, യേശു അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ ആയുധവർഗം വെപ്പിച്ചിട്ടില്ല. പക്ഷെ അവിടെ പറയുന്ന വാഴ്ചകളും അധികാരങ്ങളും മുമ്പേ നമ്മൾ വായിച്ച വാക്യം നമ്മളവിടെ വിശദീകരിച്ചില്ല. വി വിൽ ഡു ഇറ്റ് ലേറ്റർ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിച്ചായിരുന്നല്ലോ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, ജഡവും രക്തമുള്ള ഒന്നിനോടും അല്ല. We wrestle or battle not against flesh and blood, but you have a battle. ആരോട്? അവിടുത്തെ പ്രയോഗം വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഓക്കെ. അപ്പോൾ അവിടെ കൊച്ചു വാക്കുകളൊന്നുമില്ല. വാഴ്ചകളോ അധികാരങ്ങളോ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പോൾ റൂൾ, അതോറിറ്റി, ലീഡർ, പവർഫുൾ ലീഡർ ആൻഡ് ദി ആർമി. ഇവരെന്ത് ചെയ്യുന്നത്? അവരോട് നമ്മൾ യുദ്ധം ചെയ്യണം. ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കാര്യം ഒരു ചെറിയ കാര്യമല്ല. ആ വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു എന്ത് ചെയ്യുന്നു? ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. മുമ്പ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞ പോലെ ജയ ഉത്സവം കൊണ്ടാടി. അൾട്ടിമേറ്റ് വിക്ടറി എടുത്ത്, ഫൈനൽ വിക്ടറി എടുത്ത്. ശരിയാണ്, പിശാചിനെ തോപ്പിച്ചു.
അപ്പൊ അങ്ങനെ പിശാചിനെ യേശു തോൽപ്പിച്ചത് കൊണ്ട് നമ്മൾ ദൈവമക്കളാണ്. കം ഓൺ, എൻജോയ് ഇറ്റ്സ് ബ്ലെസ്സിങ്സ്. Don't worry about anything now, because Jesus has already taken the victory. You just enjoy it. എന്നായിരിക്കും കുറേ ആളുകൾ പറയുന്നത്. Think about it. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. യേശു പാപത്തിന് പരിഹാരം വരുത്തി. പാപികൾക്ക് വേണ്ടി യേശു മരിച്ചു. കുറച്ച് പേർക്ക് വേണ്ടി മരിച്ചോ അതോ മൊത്തം ആളുകൾക്ക് വേണ്ടി മരിച്ചോ? മൊത്തം ആളുകൾ, മുഴുവൻ ലോകത്തിനും വേണ്ടി മരിച്ചു. യേശു ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി മരിക്കാത്തതായി അഖിലാണ്ടത്തിൽ പണ്ടോ ഇപ്പോഴോ എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എല്ലാവർക്കും വേണ്ടി മരിച്ചു അല്ലേ? പക്ഷെ എല്ലാവർക്കും രക്ഷ കിട്ടിയോ? ഇല്ല. വൈ? എല്ലാവർക്കും വേണ്ടിയല്ലേ യേശു മരിച്ചത്? അപ്പോൾ പിന്നെന്താ എല്ലാവർക്കും രക്ഷ കിട്ടാഞ്ഞ്? അപ്പോൾ പേഴ്സണലി അപ്രോപ്രിയേറ്റ് ചെയ്യണം. ആണല്ലോ. രക്ഷ വ്യക്തിപരമായി ഏറ്റെടുക്കണം. അല്ലാതെ യേശു മരിച്ചത് കൊണ്ട് എല്ലാവരും രക്ഷപ്പെടുന്നില്ല. സിംപ്ലി ബിക്കോസ് ജീസസ് ഡൈഡ് ഫോർ ദ ഹോൾ വേൾഡ്, ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഓൾ ആർ സേവ്ഡ്. ഇറ്റ് മീൻസ് ദ വേ ഈസ് ഓപ്പൺ. Anybody can get it. You can receive it, but you don't automatically get it. You have to go, believe it, confess it, and claim it, and you be saved. Otherwise, you will not be saved. അതല്ലേ രക്ഷയുടെ കാര്യം? വിക്ടറിയുടെ കാര്യം അങ്ങനെയാണ്. ജയത്തിന്റെ കാര്യവും യേശു ജയമുണ്ടാക്കി. പക്ഷെ അത് യേശുവിന് വേണ്ടിയുള്ള ജയമല്ല. യേശുവിന് പിശാചിനെ തോപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? വാസ്തവത്തിൽ ഫോർ ഹിസ് പേഴ്സണൽ നീഡ് പിശാചിനെ തോപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? പിശാചിന് യേശുവിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? യേശുവിനെ കാണുമ്പം ഭൂതം നിലവിളിക്കുമായിരുന്നല്ലോ. ഉപദ്രവിക്കല്ലേ, പാതാളത്തിൽ പറഞ്ഞുവിടല്ലേ എന്ന് വിളിക്കത്തില്ലായിരുന്നോ? അപ്പൊ ആർക്കറിയാമല്ലോ, കാണുമ്പോഴേ അറിയാം യേശുവിന് ഇവരെ പാതാളത്തിൽ പറഞ്ഞുവിടാനുള്ള അധികാരമുള്ള ആളാണെന്ന് ഈ ഭൂതങ്ങൾക്കറിയാം. അപ്പൊ യേശുവിന് ഫോർ ഹിസ് പേഴ്സണൽ നീഡ്, തന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് പിശാചിനെ തോപ്പിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ എന്തിനു തോപ്പിച്ചു? നമുക്ക് വേണ്ടി തോപ്പിച്ചു. നമ്മൾ പിശാചിനെ തോപ്പിക്കാൻ പോയാൽ തോപ്പിക്കാനുള്ള ശക്തി നമുക്ക് ഇല്ലായിരുന്നു. ആർക്കായിരിക്കും കൂടുതൽ ആരോഗ്യം? പിശാചിനായിരിക്കും നമുക്കായിരിക്കുമോ? റൈറ്റ്. ഭൂതം ബാധിച്ചവരെ പിടിച്ചു നോക്കണം, അന്നേരം അറിയാം. ഭൂതം ഇളകി കഴിഞ്ഞാൽ മനുഷ്യൻ പിടിച്ചാൽ നിൽക്കില്ല. ആമേൻ. കൂടുതൽ കാര്യം അറിയാവുന്ന മനുഷ്യനോ ഭൂതത്തിനോ? പിശാചിനാണോ കൂടുതൽ കാര്യം അറിയാവുന്ന? നമുക്കാണോ കൂടുതൽ അറിയാതെ? ആ പുള്ളി പോയിട്ടില്ലാത്ത നാടേതാ? ആ പുള്ളി പോയിട്ടില്ലാത്ത യൂണിവേഴ്സിറ്റി ഏതാ? നിങ്ങളാകപ്പെടെ ഇത്രയും കാലം ഇത്രയല്ലേ പഠിച്ചുള്ളൂ. ഈ പുള്ളി പഠിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ദൈവരാജ്യത്തിൽ കയറിയിരുന്ന് അവിടം തൊട്ട് പഠിച്ചവനാണ് ഇവൻ. അപ്പം അയാളോട് ന്യായം പറഞ്ഞ് തോപ്പിക്കാൻ പറ്റുമോ? With your intellect, with your education, you think you can defeat the devil? Because you know theology, you going to bargain with the devil? You are going to defeat the devil? Huh? No. He knows better theology than you. Right? അപ്പം അയാളെ തോപ്പിക്കാൻ ഒരു കാരണവശാലും മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ഒരു മിടുക്കനെ കൊണ്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് യേശു പോയി അവനെ തോപ്പിച്ചു. എന്തിന്? തോപ്പിച്ചിട്ട് ജയ ഉത്സവം കൊണ്ടാടി. സ്തോത്രം. അതൊരു ആഘോഷമാക്കി, ജയമായിട്ട് നാട്ടിൽ ഉത്സവമായി ആഘോഷിച്ചു. സ്തോത്രം. കുഞ്ഞു പോലും പിശാചിനോട് പറയണം, പിശാചേ, യേശു നിന്നെ തോപ്പിച്ചു, എനിക്ക് വേണ്ടി യേശു നിന്നെ തോപ്പിച്ചു, നിനക്കിനി മേൽ എൻ്റെ മേൽ ജയം ഇല്ല, എനിക്കാണ് ജയം, ഞാൻ യേശുക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ജയം എനിക്കാണെന്ന് കുഞ്ഞു പോലും പറയാൻ വേണ്ടിയാണ് ജയ ഉത്സവം കൊണ്ടാടിയത്. പിന്നെ അതൊരു രഹസ്യമായി വെച്ചൊരു കാര്യമല്ല. It became a public thing. The victory of the Lord Jesus Christ became a public thing. It was proclaimed. It was celebrated for that even a little child in the kingdom of God should say, devil, you are defeated, utterly defeated. And I have victory, and it's my right, it's my privilege. I will always win എന്ന് നമ്മൾ പറയാൻ വേണ്ടി ഈ ജയം ഉണ്ടാക്കിയതാണ്. സ്തോത്രം. പക്ഷേ അത് അവരവരെടുത്തോണം. യു ഹാവ് ടു ക്ലെയിം ഇറ്റ് ആൻഡ് നോട്ട് വൺസ് ഫോർ ഓൾ. ആയുസ്സിൽ ഒരു പ്രാവശ്യം ജയമെടുക്കാവുന്ന ആളല്ല ഈ പുള്ളി.
ഒരു പ്രാവശ്യം ഒരു പണിയും കൊണ്ട് വന്നു, തോറ്റുപോയാൽ പിന്നെ ആ വഴിക്ക് തിരിയാത്ത ആളല്ല ഇയാള്. ഇയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അശേഷം നാണമില്ലാത്തവൻ. നിങ്ങൾ ഇപ്പം തോപ്പിച്ചും വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ അയാൾ വേറൊരു പണിയും കൊണ്ടുവരും. സെയിം തിങ് കൊണ്ടല്ലേ ഇദ്ദേഹത്തിൽ വരുന്നത്, വേറൊരു പണിയും കൊണ്ടുവരും. അപ്പം ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഏന്നാ യേശുവിൻ്റെക്ക് പരീക്ഷയും കൊണ്ടുവന്നു. പരീക്ഷയും കൊണ്ട് 3 പരീക്ഷ കഴിഞ്ഞപ്പോൾ തീർത്തും വെച്ചങ്ങ് പോയോ? ഇനി ഒരിക്കലും ഇവനെ കൊണ്ട് തോപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയോ? പോയില്ലല്ലോ. എന്തെല്ലാം പണിയും കൊണ്ട് വരാമെന്നറിയാം. യഹൂദന്മാരെ സ്ഥിരം ചട്ടം കിട്ടിയിരുന്നു ഇവനെ എങ്ങനെയും കൊല്ലാൻ വേണ്ടി. അവരൊത്തിരി പണിഞ്ഞു നോക്കി. പക്ഷേ വചനം പറയുന്നത് സമയമായിട്ടില്ലാത്തതുകൊണ്ട് അവരെ കൊണ്ട് പറ്റിയില്ല. കല്ലെടുക്കും, തെള്ളിയിടാൻ നോക്കും, ഒരുപാട് പണി ചെയ്യും, നടന്നില്ല. ആ നടക്കാതിരുന്നപ്പോഴാണ് പത്രോസിനോട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞുകൂടെ, വെറുതെ ക്രൂശിനൊന്നും പോവില്ല, കഷ്ടമൊന്നും അനുഭവിക്കല്ല്, എന്നും ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പത്രോസിനോട് പറഞ്ഞു കൊടുത്തു. അറിയില്ലേ? ഓർമ്മയില്ല? ഓക്കെ. പത്രോസ് ഒന്ന് പറഞ്ഞു, യേശു പറഞ്ഞു സാത്താനെ വിട്ടുപോകും. അവസാനം ക്രൂശ് കൊണ്ടുവന്നു. ഇതെല്ലാം അവൻ്റെ പണിയാണ്. റൈറ്റ്? അപ്പോൾ ഒരു കാരണവശാലും നാണമില്ലാത്തവനാണ് ഇയാൾ. അപ്പം ജയം വൺസ് ഫോർ ഓൾ എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഓരോ ദിവസത്തേക്കും വേണ്ട ജയം എടുത്തോണം. സോ വിക്ടറി ഹാസ് ടു ബി സംതിങ് കോൺസ്റ്റന്റ്, everyday affair. I say it one more time, you cannot buy it, put it in your pocket and live for life. That's not possible. It is a constant victory. അതല്ലേ പറഞ്ഞ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന, എല്ലാത്തിലും ജയകരമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ നോക്കൂ. വചനം പറഞ്ഞതിൻ്റെ ഒന്നുകൂടെ ഞാൻ പറയാണ്, സകല ആയുധങ്ങളും ധരിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിശ്ചയമായിട്ട് ഒരു യുദ്ധം ഉണ്ട്. ആര് യുദ്ധം ചെയ്യണം? നമ്മൾ ചെയ്യണം. നിങ്ങളുടെ ബലം കൊണ്ട് തോപ്പിക്കണ്ട, ബട്ട് സ്റ്റേ വിത്ത് ക്രൈസ്റ്റ്. നിങ്ങൾ പിശാചിനെ ഇന്ന് ക്രൂശിൽ പോയി തോപ്പിക്കണ്ട, പക്ഷെ നൽകിയ ജയത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ യേശുക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു യുദ്ധം ഉണ്ട് എന്നാണ് ഈ വചനം എല്ലാം പറയുന്നത്. എല്ലാ വചനങ്ങളും പറയുന്നത് യു ഹാവ് എ വാർ. അപ്പൊ ക്രിസ്തു ജയിച്ചു, സോ സിറ്റ് ബാക്ക് റിലാക്സ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ബിലീവ് ഇറ്റ്. ദർ ഇസ് നോ സിറ്റിംഗ് ബാക്ക് ആൻഡ് റിലാക്സിംഗ് ആൻഡ് എൻജോയിങ് ഇറ്റ് ഫോർ യുവർ ലൈഫ് ടൈം. ദർ ഇസ് നോ സച്ച് തിങ്. സ്പിരിച്വൽ ബാറ്റിൽ ഈസ് എ റിയാലിറ്റി. ആത്മജീവിതത്തിൽ ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിശാചിന് വാസ്തവത്തിൽ പ്രശ്നം നമ്മളോടല്ല. യുനോ, ഡെവിൾസ് പ്രോബ്ലം ഈസ് നോട്ട് വിത്ത് യു. പിന്നെ പിശാചിൻ്റെ പ്രശ്നം ആരോടാണ്? പറയാമെങ്കിൽ പറഞ്ഞോളൂ, ദൈവത്തോടാണ്. അല്ല, നമ്മളല്ല പുള്ളിയുടെ പ്രധാന പ്രശ്നം. ഹീസ് അഗൈൻസ്റ്റ് ഗാഡ്. അതല്ലേ ആദ്യത്തെ കാര്യം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ, അവിടെയല്ലേ ഇതിൻ്റെ എല്ലാം തുടക്കം. 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വാക്യങ്ങളിൽ യെശയ്യാ പ്രവചനം 14-ാം അധ്യായം, Isaiah 14 verse 12 onwards. There begins a revolt. യെശയ്യാ 14-ന്റെ 12 മുതൽ. റൈറ്റ്. ഓക്കെ. സമാഗമ പർവ്വതത്തിൽ. റൈറ്റ്. ഇതാണ് നീ പറഞ്ഞത്. ദൈവം ഉണ്ടാക്കിയൊരു ദൂതനാണ് ഈ പുള്ളി. അയാളുടെ പേര് ലൂസിഫർ. ദൈവം ഉണ്ടാക്കിയ ദൂതന്മാരിൽ സൂപ്പർ, നമ്പർ 1. പക്ഷേ അവനകത്ത് പറഞ്ഞ എന്താണ്? ഞാൻ അത്യുന്നതനോട് സമനാകും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മേളിൽ ഞാൻ വെക്കും. ദൈവം മാത്രം അങ്ങനെ അങ്ങോട്ട് ഭരിക്കണ്ട, ഞാനും കൂടെ കയറിയിരുന്ന് ഭരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ദൈവത്തോട് മത്സരിച്ച ആളാണ് ഈ പുള്ളി. അപ്പോൾ ഹിസ് റിയൽ പ്രോബ്ലം ഈസ് വിത്ത് ഗോഡ്. ദാറ്റ്സ് വാട്ട് ഹി വാണ്ട്സ്. എ കിങ്ഡം, ദൈവത്തിൻ്റെ രാജ്യത്തിന് സമാന്തരമായ ഒരു രാജ്യം. എ കിങ്ഡം പാരലൽ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദിസ് ഈസ് വാട്ട് ഹി വാണ്ട്സ്. ദാറ്റ്സ് ഹിസ് ഡിസയർ. ദാറ്റ്സ് ഹിസ് പർപ്പസ്.
അപ്പം അത് ആഗ്രഹിച്ചവൻ എന്നും അതാണ് ആഗ്രഹിക്കുന്നത്. 1 John chapter 5 verse 19. ഇത് കേവലം ഒരു ആഗ്രഹം മാത്രമല്ല, ഈവൻ സ്ക്രിപ്ചർ അവനെ അംഗീകരിക്കുന്നത് അങ്ങനെയാണ്. 1 യോഹന്നാൻ 5-ാം വാക്യം. 1 John 5:19. Come on, think about this. Who is greater? Who is more powerful? God, devil? Who is more powerful? God or devil? God. True. But tell me, more people serve God or the devil? See the seriousness of the matter? ആമേൻ. അപ്പം അവൻ്റെ കൂടെ ഇഷ്ടം പോലെ ആളുണ്ടല്ലോ. ഭയങ്കര പവർഫുൾ ആയിട്ടല്ലേ അത് ലോകത്തിൽ നീങ്ങുന്നത്. ഇറ്റ്സ് എ കിങ്ഡം. ഇറ്റ്സ് എ പവർഫുൾ കിങ്ഡം. ഇൻ ദ ഹോൾ വേൾഡ്, anywhere in the universe, it's a very, very powerful kingdom. I tell you, കുറേ രാജ്യക്കാർ പറയും ഇന്ത്യ വിഗ്രഹാരാധനയുടെ ഒരു നാട്, ഭൂതങ്ങളുടെ മുഴുവൻ കേന്ദ്രം, ബാക്കി രാജ്യങ്ങളിൽ നിന്നൊന്നും അങ്ങനെ ഭൂതമില്ല എന്ന് പറയും. ഈസ് അമേരിക്കൻസ്, യുനോ, അവരെന്താ പറയുന്നറിയോ, ഭൂതമല്ല ഇന്ത്യയിൽ. അതുകൊണ്ട് ഇന്ത്യ രാജ്യം എ ജെൻറ്റൈൽ കിങ്ഡം, എ കിങ്ഡം ഓഫ് ആൾ ദ ഡീമൺസ് എന്നാണ് അവർ പറയുന്നത്. But the truth of the matter is, what we have experienced. One time, ഞങ്ങൾക്കൊരു ആത്മാവിൻ്റെ നിയോഗം ഉണ്ടായിട്ട് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളൊരു യാത്ര പുറപ്പെട്ടു. It took about 67 days. We traveled to every state of India, all the capital cities, and many of the power centers of India. We went, prayed and came back. ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി യാത്രയിൽ. ഭയങ്കര ചലഞ്ചസ് ഉണ്ടായി, വെല്ലുവിളികളുണ്ടായി. ഞങ്ങളെ തിരിച്ചുകൊണ്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായി. But the Lord helped us to do it. We came back. We went to UK for the same purpose. ഒരു സംഘമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വെളുപ്പിനെ ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ശബ്ദം എൻ്റെ ചെവിക്കകത്ത്. 1.5 മണിക്കൂർ ഞാൻ വിചാരിച്ചു എൻ്റെ ചെവി എന്തോ തകരാറ് പറ്റിപ്പോയെന്ന്. ഭയങ്കര മുഴക്കം. 1.5 മണിക്കൂർ കഴിഞ്ഞാണ് നിന്നത്. യു നോ വാട്ട്, ഞങ്ങൾ എന്നത് അവിടുത്തെ ദുർബോധത്തിനറിയാം, എന്തിനാണ് ചെന്നിരിക്കുന്നതെന്നറിയാം. അതിൻ്റെ വെല്ലുവിളിയായിരുന്നു 1.5 മണിക്കൂർ. ടെറബിൾ വാർ. വഴി വെച്ച് ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു. ലോട്ട് മെനി തിങ്സ്. യൂറോപ്പ് ഒരു കാലത്ത് ക്രിസ്തീയ രാജ്യം ആയിരുന്നത്. We went to US for the same purpose. Traveled through the 50 states of the United States by road. We drove and we went. അമേരിക്കൻ ഭൂതത്തിന് ഞങ്ങളോട് കയറിയിട്ടുള്ള കലി, I tell you. അതിനുശേഷം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബാറ്റിൽ അൺസ്പീക്കബിൾ, ടെറബിൾ ബാറ്റിൽ. ആര് പറഞ്ഞ അമേരിക്കയിൽ ഭൂതമില്ലെന്നും? ഞാൻ കണ്ടിടത്തോളം ഇന്ത്യൻ ഭൂതത്തെക്കാൾ ശക്തിയുള്ള ഭൂതം അമേരിക്കയിലെ ഭൂതമാണ്. It's there. He has a powerful kingdom anywhere in the world. അപ്പം അറിയേണ്ട കാര്യം, പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. നിങ്ങൾക്കൊരു പോരാട്ടമുണ്ട്. ഈ ആത്മീയ ജീവിതത്തിൽ പോരാടണം. പോരാടിയെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ പോരാട്ടമുള്ളത് ഈ ഒരു മണ്ഡലത്തോടാണ്. പക്ഷേ ഈ മണ്ഡലത്തോട് യുദ്ധമുണ്ടെന്നറിഞ്ഞാണോ നമ്മൾ എഴുന്നേറ്റ് വരുന്നത്? ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാ ദിവസവും ശ്രദ്ധിച്ച് ജീവിക്കുകയാണ്. ഇന്ന് ഈ പുള്ളി തോൽപ്പിക്കാൻ വന്നേക്കും, വന്നാൽ എനിക്ക് ജയിക്കണം.
എവിടെ നടന്നാലും ഒരു ചിന്ത വരാൻ ആ ചിന്ത വരാൻ പാടില്ല, ആ പുള്ളി തന്നെ പറ്റിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ആ ചിന്ത ഇതിനകത്ത് കയറാൻ പാടില്ല. അതങ്ങനെ സൂക്ഷിച്ചാണോ ഓരോ സെക്കൻഡ് ജീവിക്കുന്നത്? ആണോ? അല്ലല്ലോ. കാര്യമായിട്ട് മറിഞ്ഞടിഞ്ഞ് വീട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മൂക്കും പൊട്ടി കാലും ഒടിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ദൈവമേ പറ്റിപ്പോയി എന്നല്ലേ നമ്മൾ മിക്കപ്പോഴും പറയുന്നത്. സ്തോത്രം. എൻ്റെ നാട്ടിൽ വർഷങ്ങൾക്ക് ഞാൻ കുഞ്ഞായിരുന്ന കാലത്ത്, അന്ന് ഒത്തിരി മദ്യപാനം എന്നുള്ള കാലമല്ല, ഇപ്പോഴാണ് ഈ മദ്യപാനം സ്ഥിരമായത്. എന്നാലും ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യാനി. അയാളുടെ പേരിൻ്റെ കൂടെ കുടിയനെന്നും കൂടെ പറഞ്ഞെങ്കിൽ അയാളെ അറിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ ആളുകൾ സന്ധിക്ക് കാണിച്ചിട്ട് വല്ലതും മദ്യം ഉപയോഗിക്കുന്നുള്ളൂ. ഈ പുള്ളി സ്ഥിരം ഇതിനകത്ത് തന്നെ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ പുള്ളി നല്ല ആരോഗ്യമാണ്, നല്ല തടി, നല്ല നീളം ഉള്ളൊരു മനുഷ്യനാണ്. ഇയാളൊരു ദിവസം വൈകിട്ട് ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൻ്റെ ടൗണിൽ ഇറങ്ങിയും വെച്ച് തിരിച്ച് വീട്ടിൽ പോവാണ്. പോകുന്ന വഴിക്ക് ഒരു കൊച്ചു കടയിൽ കയറി. അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ളൊരു കടയാണ്. ആ കടയിൽ കയറിയും വെച്ച് ബീഡി വലിക്കാൻ തീപ്പെട്ടി ചോദിച്ചു. ആ കടക്കാരൻ തീപ്പെട്ടി കൊടുത്തില്ല, കാരണം ഈ പുള്ളി വാങ്ങിച്ച പൈസ കൊടുക്കത്തില്ല. കൊച്ചു കടക്കാരൻ്റെ തീപ്പെട്ടി പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അയാളുടെ ബിസിനസ്സാണ്, അയാൾ കൊടുത്തില്ല. ഇയാളെന്ത് ചെയ്യുന്നറിയോ? ഇയാൾ ഈ ഇടത്തെ കൈയും കൊണ്ട് അയാളുടെ ചിലക്കൊരടിയും കൊടുത്തപ്പോൾ ഇറങ്ങിപ്പോയി ഈ കടക്കാരൻ്റെ. ഇങ്ങേർക്ക് ദേഷ്യം കൂടെ തോന്നുന്നു ഈ കടക്കാരന്. ഈ കുടിയൻ വിചാരിച്ചില്ല ഇയാൾ പ്രതികരിക്കുന്നത്, കാരണം ഇയാളൊരു കൊച്ചു മനുഷ്യൻ, കട നടത്തുന്നവൻ. ഇയാളുടെ കയ്യിൽ സോപ്പ് മുറിക്കുന്ന പിച്ചാത്തി ഇരിപ്പുണ്ടായിരുന്നു. ഇല്ല, കുടിയൻ നടന്നങ്ങോട്ട് പോയി. ഇയാൾ പുറകെ ചെന്നൊരു ഒറ്റ കുത്തു കൊടുത്തു. മത്തായി അവിടെ വീണ് ചത്തു. അതേസമയം മത്തായി ഇയാൾ ഉപദ്രവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മത്തായി തൊടാൻ പറ്റത്തില്ല. അയാൾ മുട്ട മനുഷ്യൻ, മറ്റേത് കൊച്ചു മനുഷ്യൻ. ഇയാളെ ചുരുട്ടിയെടുത്തറിയും മറ്റവനെ. പക്ഷേ ഇറ്റ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. He was not prepared. He died. ഇതാണ് യുദ്ധത്തിൻ്റെ പ്രശ്നം. If you know that you are in a battlefield, in a problematic situation, you will be careful. അല്ലേ? പ്രശ്നമുള്ളപ്പോൾ ഇറങ്ങി നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചല്ലേ നടക്കുള്ളൂ. എല്ലായിടത്തും നോക്കിയിട്ട് നടക്കുകയുള്ളൂ. പ്രശ്നമില്ലാത്തപ്പോഴോ ചുമ്മാ ഇറങ്ങിപ്പോവും. Do you know that you are in a battlefield? Do you know that there is a powerful one ready to defeat you, purposed to defeat you? And you always prepared to resist him? ആണോ? അല്ലല്ലോ. ഇതല്ലേ തോക്കാൻ കാര്യം? അതാണ് നമ്മുടെ തോൽവിയുടെ കാരണം. ഇങ്ങനൊരു യുദ്ധമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല. ആത്മീക ജീവിതം ബുദ്ധിമുട്ടുള്ളതാണെന്ന് അറിഞ്ഞെന്നല്ലാതെ ആത്മീക ജീവിതത്തിൽ എന്നെ തോൽപ്പിക്കാനൊരു ലോകമുണ്ടെന്നും ആ ലോകത്തിന് സംവിധാനങ്ങളുണ്ടെന്നും അതിന് വഴികളുണ്ടെന്നും അത് സീരിയസ് ആയ ഒരു വാറാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ആസ് എ റിസൾട്ട് മിക്ക ദിവസങ്ങളിലും ജയത്തിന് പകരം തോൽവി ഇല്ലെങ്കിൽ തോൽവി ഉണ്ടായതും അറിയാൻ മേലാതെ ഒരു പാസീവായിട്ടുള്ള ജീവിതമാണ് ആത്മലോകത്തിൽ നയിച്ചു പോകുന്നത്. സോ സ്പിരിച്വൽ വാർഫെയർ, സുവിശേഷ വേലക്കാരൻ ചെയ്യേണ്ട ഒരു യുദ്ധത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ദാറ്റ്സ് അനദർ ആസ്പെക്ട്, അത് പിന്നെ പറയാം. വചനം പറയുന്ന സ്പിരിച്വൽ വാർ എന്ന് പറയുന്നത്, യു വാണ്ട് ടു ലിവ് എ സ്പിരിച്വൽ ലൈഫ്, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഇൻ എ ഫീൽഡ് വെർ ലൈഫ് ഈസ് നോട്ട് ഈസി. ജീവിതത്തിന് പ്രശ്നമുണ്ടെന്നും നിങ്ങളെ തോൽപ്പിക്കാൻ പിശാചിന് ഉദ്ദേശങ്ങളുണ്ടെന്നും തിരിച്ചറിഞ്ഞ് നല്ല പോലെ സൂക്ഷിച്ച് ജീവിച്ചെങ്കിലേ ഇതിനകത്ത് ജയമെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ജയമെടുക്കാൻ പറ്റില്ല. അപ്പം തിരിച്ചൊന്ന് പറഞ്ഞാൽ, എപ്പോഴും ജയിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തോറ്റു, നമ്മളെ ഒരാൾ തോൽപ്പിച്ചു. തോൽപ്പിച്ചതും അറിയാതെ നമ്മളിങ്ങനെ അങ്ങ് സ്തോത്രം പറഞ്ഞ് ജീവിക്കുകയാണ്. സോ this is the primary reason why this lesson is important. Not only for preachers, not only those that fight with the devil directly, but for any believer. If you want to be a success in Christian, you want to go to heaven, you better understand that you are in a battlefield and you get ready. അതുകൊണ്ട്
നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇച്ചിരി പട്ടാള പരിശീലനമാണ്. അത് തന്നെ ഇതിനകത്ത് നടത്താൻ പോകുന്ന ഒരു പട്ടാളത്തിൻ്റെ പരിശീലനമാണ്. ദൈവത്തിൻ്റെ സേനയ്ക്ക് ഒരു ലേശം ട്രെയിനിങ് കൊടുക്കുകയാണ്. പട്ടാളക്കാരൻ പരിശീലനം എടുത്തെങ്കിലല്ലേ പട്ടാളപ്പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാ ഒരു ദിവസം തോക്ക് കൊടുത്തുകൊണ്ട് ഇറങ്ങി വന്നാൽ you won't do it. This needs a serious training. Believe me, you need a serious training for Christian life. ഇത് മിക്കപ്പെടുന്ന നടന്നിട്ടില്ല. ആമേൻ. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് അത് പറയാൻ വേണ്ടിയാണ് ഇത്ര ഞാൻ എടുത്തത്. സീരിയസ് ആയിട്ട് മനസ്സിലാക്കൂ. ദിസ് ഇസ് എ വെരി വെരി സീരിയസ് ഇഷ്യൂ. എന്നിട്ട് ഒരു ട്രെയിനിങ് എടുക്കാൻ തന്നെ തയ്യാറായിക്കോളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒത്തിരി പേർക്ക് പിശാചിനെ പേടിയാണ്. പാസ്റ്റേഴ്സിന് പേടിയാണ്, ബിലീവേഴ്സിന് പേടിയാണ്, പ്രവാചകന്മാർക്ക് പേടിയാണ്. അങ്ങനെ ഒത്തിരി പേർക്ക് ഇവരെല്ലാം പേടിയാണ്. അവർ മിക്ക പേരും പറയുന്നത് ആ പുള്ളിയെ പോയി ശല്യം ചെയ്യല്, വെറുതെ പോയി ശല്യം ചെയ്ത് അടിയും വാങ്ങിച്ച് കിടക്കേണ്ട കാര്യമൊന്നും ഇല്ല, അതുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കി എവിടെയെങ്കിലും ഇരുന്നോണം എന്നാണ് ആളുകൾ പറയുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ പുള്ളിയെ പേടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജയം ഉണ്ടായോ തോറ്റോ? തോറ്റല്ലോ. അപ്പം നിങ്ങൾക്ക് ജയമില്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരുണ്ട്. കാരണം രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ what I'm saying, നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അയാളുടെ സ്ഥാനം നിങ്ങൾ എടുക്കല്ലേ? അയാൾക്ക് വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത്? അയാൾക്ക് വേണ്ടി നിങ്ങൾ പിശാചിനോട് പൊരുതിയല്ലേ കാര്യം ചെയ്ത് കൊടുക്കുന്നത്? അപ്പോൾ പിശാചിന് ഇഷ്ടപ്പെടുമോ? ചിലപ്പോൾ മേത്ത് നോക്കി ഒന്ന് തന്നിരിക്കും. അത് ഈ ചെയ്യുന്നവരെ ചിലപ്പോൾ അടിച്ചില്ലെങ്കിലും കൊടുക്കുന്നത് പലപ്പോഴും ഭാര്യമാർക്കാണ്, ഇല്ല പിള്ളേർക്കാണ്. അടിമിക്കഫലം കിട്ടുന്നത് അങ്ങനെ. സ്തോത്രം. അതുകൊണ്ട് തന്നെ ആളുകൾ പറയും വേണ്ടാത്ത ശല്യത്തിന് പോണോ അപ്പ, ആരെങ്കിലും തകരാറില്ല, അവിടെ കിടന്ന് അവരവിടെ കിടക്കട്ടെ, എനിക്ക് എൻ്റെ കുടുംബം നോക്കണ്ടേ എന്നാണ് മിക്ക പേരുടെയും ശാസ്ത്രം. ഐ ടെൽ യു ദ ട്രൂത്ത്. അല്ല, ഐ എം നോട്ട് കിഡിങ്, ഐ എം ടെല്ലിങ് യു ദ ട്രൂത്ത്. ചിലർ പ്രവചിച്ചിട്ട് പോവും ഇവിടെ ഭയങ്കര പിശാചിൻ്റെ പ്രശ്നമുണ്ടെന്ന്, പക്ഷെ അതിനെ അഴിച്ചിട്ട് പോകത്തില്ല. എടാ, പ്രവചിക്കാൻ ആൾ വേണോ? പ്രവചിച്ചവൻ അഴിച്ചിട്ട് പോകണ്ടേ? അഴിക്കാൻ വേറെ ആരണ്ട് വരണോ? എന്നാൽ അഴിക്കാൻ പോയാൽ പുള്ളി കടി വാങ്ങിക്കും. അതുകൊണ്ട് പുള്ളി അഴിക്കാൻ പോവില്ല. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. Now, I'm not against prophets. I believe prophecy. I believe prophets. Yeah. We know many prophets, genuine prophets. We work with them. I believe all this. പക്ഷേ പിശാചിനെ പേടിച്ച് ജീവിക്കുന്ന പ്രവാചകൻ is not a real prophet. No, he's not. Hallelujah. ജയ ഉത്സവം കണ്ട് കൊച്ചു കുഞ്ഞു വരെയാണ് പറയേണ്ടത് പിശാച് നിനക്ക് എൻ്റെ മേൽ ജയമില്ലെന്ന്. പിന്നാണ് പ്രവാചകൻ പറയാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ വാട്ട് ഈസ് ഇറ്റ്? ആമേൻ. അതുകൊണ്ട് ഒന്ന് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ പേടി മാറിയിട്ട് വാർ ചെയ്യാൻ തയ്യാറാവണം. Alright, now let me introduce the subject a little more deeply. നമ്മൾ എന്തൊന്നാണ് ഈ ആത്മീയ യുദ്ധം എന്നൊക്കെ പറഞ്ഞ വാസ്തവത്തിൽ എന്തിനാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ചില മണ്ഡലങ്ങളെ സംബന്ധിച്ച് വചനം പറയുന്നത് ഞാൻ നിങ്ങളോട് ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ ചില വാക്യങ്ങൾ വേഗം ഒന്ന് എടുത്തേക്കാമോ? യൂദായുടെ ലേഖനം 3-ാം വാക്യം. Why is spiritual warfare important? Jude verse 3 കുറിച്ച് Alright. You know, യൂദ എന്താണ് എഴുതാൻ തുടങ്ങിയെന്നറിയാമോ? The major big theme, രക്ഷ. Major Christian theological theme, രക്ഷ, salvation എഴുതാൻ തുടങ്ങിയപ്പോൾ ആത്മാവ് പറഞ്ഞു പോയി അതല്ല എഴുതേണ്ടത്. പിന്നെ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്നെനിക്ക് തോന്നി. അപ്പോൾ ആത്മാവിൻ്റെ നിയോഗം എന്തിനു വേണ്ടി? ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. വാട്ട് ഡസ് ഇറ്റ് മീൻ? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം പണ്ട് പള്ളിയിൽ പോയപ്പോൾ ചൊല്ലിട്ടുള്ളവരായിരിക്കും പലരും. ഓർമ്മയുണ്ടോ? മറന്നുപോയോ?
ഗലാത്യർ 1:8. ഞങ്ങൾ നിങ്ങളോട് റൈറ്റ് പറഞ്ഞോളൂ. വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശം നിത്യസത്യമായിരുന്നെന്നും അതിനെ ചേഞ്ച് ചെയ്യാൻ ആർക്കും അധികാരമില്ലെന്നും അവർക്കും അധികാരമില്ല, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നാൽ അവർക്കും അധികാരമില്ല എന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ആദ്യം പറഞ്ഞ സത്യം നിത്യസത്യം, വിശുദ്ധന്മാർ ഒരിക്കലായി ഭരമേൽപ്പിച്ച സത്യം, ഈ വചനത്തിൻ്റെ സത്യം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? പോരാടണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാൾ എടുത്തുകൊണ്ടിറങ്ങുക, ഇത് വിശ്വസിക്കാത്തവനെല്ലാം വെട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥമുണ്ടോ? അങ്ങനെയല്ലല്ലോ അതിൻ്റെ അർത്ഥം. പിന്നെന്താണ് അതിൻ്റെ അർത്ഥം? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ ഇനി അവിടെ പറയുന്നത് ദ കോണ്ടന്റ് ഓഫ് യുവർ ഫെയ്ത്ത്, അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, പരിശുദ്ധമായ ദൈവവചനത്തിൻ്റെ അപ്പോസ്തലിക ഉപദേശം, യേശു പഠിപ്പിച്ച ഉപദേശം, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം, അതുപോലെ പറയണം. വീഴ്ച വരുത്താതെ, വെള്ളം കലർത്താതെ, വെട്ടിച്ചുരുക്കാതെ, അതുപോലെ പറയണം. അതിന് പോരാടണം. പോരാടണം എന്ന് പറഞ്ഞാൽ ഈ ഉപദേശം അതുപോലെ പറയരുതെന്ന് പിശാചിന് നിർബന്ധമുണ്ട്. യേശു ഒരിക്കൽ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 8-ാം 32-ാം വാക്യം 36-ാം വാക്യം, പുത്രൻ നിങ്ങൾക്ക് പറഞ്ഞോളൂ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ, എന്താണ് സത്യം? ഈ ദൈവവചനം എന്ന സത്യം. ഇതതിൻ്റെ നിലയ്ക്കറിഞ്ഞാൽ ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. ഞാൻ പറയാം, ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങളാവും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ യു cannot sin. I tell you the truth. You cannot sin. നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആ സത്യം ശരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ കയറിയാൽ നിങ്ങൾക്കൊരു സെക്കൻഡ് നേരത്തേക്ക് മറിച്ച് ജീവിക്കാൻ പറ്റില്ല. അതാണ് ദൈവവചനത്തിൻ്റെ സത്യം. വേണ്ട വിധത്തിൽ വചനം അറിയാൻ മേലാത്തത് കൊണ്ടും അത് സിസ്റ്റത്തിൽ എഴുതാത്തത് കൊണ്ടുമാണ് ഈ പാപം ചെയ്യാൻ പറ്റുന്നത്. സത്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയാണ്. അതുകൊണ്ട് പിശാച് നിർബന്ധമുണ്ട് ഈ ഒരു സത്യം അതിൻ്റെ അളവിൽ എല്ലായിടത്തും ചെല്ലരുത്. പറഞ്ഞോ, പക്ഷേ അതിൻ്റെ അഗൗരവത്തിലും പൂർണ്ണതയിലും പറയരുതെന്ന് ഈ പുള്ളിക്ക് നിർബന്ധമുണ്ട്. സ്തോത്രം. കുറച്ചൊക്കെ പറയുന്നതിന് പുള്ളിക്ക് ഒന്നുമില്ല. എന്നാൽ എവിടെയെങ്കിലും ഒരു പിടി കിടക്കണം, കെട്ട് പൊട്ടിപ്പോകരുത്, ഒരു പിടി വീട്ടിട്ടേക്കണം. സ്തോത്രം. വേദപുസ്തകം വായിക്കരുതെന്ന് ക്രിസ്തീയ സഭകൾ ചിലത് പറഞ്ഞൊരു കാലമുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നിൽക്കാതെ വന്നു, ആളുകൾ വായിക്കാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി. ആത്മാവിനെ കുറിച്ച് പണ്ട് ഈ ആത്മാവ് സ്തോത്രം അല്ലേലിയൊക്കെ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഈ പറയുന്ന കൂട്ടരെ ഭൂമി മുഴുവൻ കളിയാക്കി കിടന്ന് കുറേ എണ്ണമുണ്ട്. ഇപ്പം അവരാണ് കൂടുതൽ അല്ലേലിയായും സ്തോത്രവും പറയുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യം ഭൂമിയിൽ നടക്കുന്നുണ്ട്. എന്നാലും എല്ലാം പറഞ്ഞു വരുമ്പോഴും ഒരു കാര്യത്തിൽ ഒരു കുറ്റിയെ കൊണ്ടുപോയി കെട്ടും. ആ കാര്യത്തിൽ മാത്രം ആള് സ്വതന്ത്രം. യേശു മാത്രം രക്ഷകൻ, അവിടെ മാത്രം വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിന് പറ്റത്തില്ല. അതിൻ്റെ കൂടെ ഒരല്പം സബ്സ്റ്റിറ്റ്യൂട്ടും കൂടെ വെച്ചെങ്കിലേ ഒക്കെയുള്ളൂ ക്രിസ്ത്യാനിത്വത്തിൽ. അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ. മനസ്സിലാക്കിക്കോ. ഓക്കെ, അതുപോലെ ഓരോരുത്തടത്തും. അപ്പം സത്യത്തെ അതിന് ശരിക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ പോരാടിയെങ്കിലേ ഒക്കെ ഉള്ളൂ. അല്ല, ഉദാഹരണം പറയാം. എനിക്കറിയാവുന്ന ഒത്തിരി മനുഷ്യർ, പല സ്ത്രീകളും നഴ്സിങ്ങിന് പോയ കാലത്ത് വിശ്വാസത്തിൽ വന്നു. പോയി കൂട്ടുകാരുടെ ആരുടെ കൂടി അതിനകത്ത് 2 വിശ്വാസി ഉണ്ടായിരുന്നു. സുവിശേഷം പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. വീട്ടിൽ അറിഞ്ഞു പോയെങ്കിൽ എൻ്റെ ദൈവമേ, പിന്നെ അന്നത്തെ ദൂരം പറയണ്ട. ഇല്ലേ, നിങ്ങളിരിപ്പോണ്ട് അങ്ങനെ വല്ലരും ആ പോയ വഴിക്ക്
ആ സംഭവം കഴിഞ്ഞിട്ട് വെക്കേഷന് വീട്ടിൽ പോകുന്ന പാടൊന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, മൈ ഗുഡ്നസ്. ഉള്ള സത്യം പറഞ്ഞു പോയാൽ വീട്ടിൽ കയറ്റത്തില്ല. എത്ര വീട്ടിൽ പെൺകുട്ടിയോട് പറഞ്ഞ് ഗെറ്റ് ഔട്ട്, നീ സ്നാനപ്പെട്ട് യു ഗെറ്റ് ഔട്ട്, യു ഹാവ് നത്തിങ് ടു ഡു വിത്ത് മൈ ഹൗസ് എന്ന അപ്പനും അമ്മയും പറഞ്ഞ പല പെൺകുട്ടികളുണ്ട്. യു നോ ദാറ്റ്? എനിക്കറിയാവുന്ന ചിലരുണ്ട്. അപ്പം പെട്ടി എടുത്ത് തിരിച്ചു പോയവരുണ്ട്. വീടെനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, എന്നെ കല്യാണം കഴിപ്പിച്ചാലും കഴിപ്പിച്ചില്ലെങ്കിലും ഞാൻ യേശുവിനെ സേവിക്കാൻ തീരുമാനിച്ചു, അതിൻ്റെ പുറകെ പോകും എന്ന് തൻ്റെ ഇടമായി പറഞ്ഞ പെൺകുട്ടികളുണ്ട്. ഇന്ന് ഒത്തിരി പേർക്ക് കഴിഞ്ഞില്ല. ഇറ്റ് വാസ് എ വാർ ഫോർ യു. ഇറ്റ് വാസ് എ സീരിയസ് ബാരൽ. അല്ലേ? മുഴുവൻ ഭാവിയും മുമ്പിൽ ഇങ്ങനെ വെയ് ചെയ്യുന്നു, ബാലൻസിലാടുന്നു. അതിന് നടുവിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ അറിഞ്ഞ സത്യം, ഇത് സത്യമാണ്, ഇതിനു വേണ്ടി ഞാൻ നിൽക്കും. വാസ് ഇറ്റ് സിമ്പിൾ? Maybe the most difficult moment you faced in your life, that was the time. പക്ഷെ പിടിച്ചു നിന്നു. അത് യുദ്ധമായിരുന്നു. ആണുങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലേ? അപ്പനും അമ്മയും ഇറക്കി വിട്ട ആണുങ്ങളില്ലേ? ഇത് നിമിത്തം സ്വത്ത് കിട്ടാതെ വന്ന എത്ര മനുഷ്യർ കേരളത്തിലുണ്ടെന്നറിയാം? You decided to hold on to the truth of God. Your family objected, said get out. They did it. They meant it. For years you were not accepted back into the family. പക്ഷേ നിങ്ങൾ പറഞ്ഞേ, yes, I'm going to follow Christ. It was no simple thing. It was a battle. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഇന്ന് സത്യം അതാണ്. If you want to be true to the Lord, you better fight. അല്ലാതെ ഇതിന് നിസ്സാരമായ മാർഗമെടുത്താൽ you won't make it. You won't make it. ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച കേസുണ്ട്, ഭർത്താവ് ഭാര്യയെ കളഞ്ഞ കേസുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി. There are many. I know in many countries there are many women tormented, tortured by husbands for the faith. Even പുരോഗമിച്ച രാജ്യങ്ങൾ, you go to the United States, how many women are tortured for faith? Indian women living in that country, tortured by their husbands for faith. Even now. It's a battle. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഹല്ലേലൂയ. എല്ലാം നന്നായിരിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന ജീവിതത്തിന് പറയുന്ന പേരല്ല ആത്മജീവിതം. എല്ലാം എതിരാകുമ്പോഴും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് ആത്മജീവിതം. ഓക്കെ. Now, Ephesians 6:13. അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? Ephesians 6:13. എഫേസ് ലേഖനം 6:13 വാക്യം. വേഗമായിക്കോട്ടെ. ആയുധം എടുത്തോണം, പൊരുതണമെന്ന്. എന്തിന്? നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുർദിവസം എന്ന് പറഞ്ഞാൽ അതൊരു ദിവസമെന്നല്ല എൻ്റെ അർത്ഥം. ചിലപ്പോൾ ജീവിതത്തിൽ ഒരു കാലഘട്ടമുണ്ടാവും, ദുർദിവസം, വല്ലാത്ത കാലം, പ്രശ്നങ്ങളുടെ കാലം. ചിലപ്പോൾ അത് ആഴ്ചകൾ നീണ്ടു നിന്നേക്കാം, ചിലപ്പോൾ മാസങ്ങൾ നീണ്ടു നിന്നേക്കാം. ആത്മജീവിതത്തിന് വേണ്ടിയുള്ള ഈ വല്ലാത്ത കാലം ചിലർക്ക് വർഷങ്ങൾ നീണ്ടു നിന്നേക്കാം. പ്രശ്നങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി കയറി വരും, തിരമാലകൾ അടിച്ചു വരും. There could be problems in spiritual life, one after another, for days, for months, for years, non-stop. Not for everybody, there are for some people. Non-stop problems for years.
നിങ്ങളുടെ പ്രോബ്ലംസ് അറിയാവുന്നവരാരും പറയും നിൽക്കില്ല. ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാൻ മേലാത്ത പ്രശ്നമോ അവർ പറയും ദിസ് ഇസ് ദ എൻഡ് ഓഫ് ഹിസ് സ്പിരിച്വൽ ലൈഫ്, ഹർ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയും. അങ്ങനെ ഒരു കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി, മഴയുണ്ടായി, കോളുണ്ടായി, തിരമാലയടിച്ചു, സമുദ്രമിളകി, എല്ലാം കൂടെ ഇളകി മറിഞ്ഞു വന്നപ്പോഴും ആ പീരിയഡ് കഴിഞ്ഞപ്പോഴും എവിടെയോ മുങ്ങിയതായി തോന്നിയവനെ അവിടെ തന്നെ നിൽക്കുന്നതായി കാണുന്നു. This flow could not carry that individual away. Not even an inch. The flow and the terrible situations could not move the individual. I repeat, not an inch. That individual stands right there. Right there. After many years, unhurt. Not wounded. And the world never thought you would be there. സ്തോത്രം, സ്തോത്രം. അപ്പം അങ്ങനെ സാധ്യതയുണ്ട്. തകർച്ചകൾ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് വന്നാലും, ലോകം മുഴുവൻ ഇളകി വന്നാലും, മേ ബി ജീവിതത്തിൽ അധികം ആളുകൾ കൂട്ടില്ലാതെ വരുന്ന ആത്മലോകത്തിന്റെ സമയം അറിയാമോ? മേജറായി ചില പർപ്പസിന് വേണ്ടി ദൈവം വിളിച്ചവർ. അഭിമുഖീകരിക്കുന്ന പ്രശ്നം ചെറുതല്ല, ഭയങ്കര പ്രശ്നമാണ്. ഒരിക്കലും നിർത്തില്ല എന്ന് പറഞ്ഞ് തന്നെ ആഞ്ഞടിക്കും. പക്ഷെ അതിന്റെ നടുവിൽ ഫൈറ്റ്. Put on the whole armor of God. എന്ത് വേണം? ദൈവത്തിന്റെ ആയുധവർഗം ധരിച്ച് ഫൈറ്റ്. And you will be there. You will be there. Jesus. ലോകത്തിൽ ഒരു കൂട്ടരെ നോക്കി പിശാച് വിളിച്ചു പറയട്ടെ, എൻ്റെ പാതാളം മുഴുവൻ ഇളകിച്ചെന്നാലും അവരിക്ക് നടക്കില്ല എന്ന് വിളിച്ചു പറയുന്ന ജയത്തിന്റെ ഒരു സംഘം. God has such a people in the world. You know that? God has such a people. അതില്ലാത്തൊരു കാര്യമല്ല, ഇന്നുമുണ്ട്. പാതാളം തോറ്റി പിൻവാങ്ങിയിരിക്കുന്ന ആത്മലോകത്തിലെ ഒരു സംഘത്തെ ദൈവം ദേശത്ത് പല രാജ്യത്തും പല ഇടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. Are you one of those? Is the question. Are you? Let the devil be ashamed of you. Let him say, none of my tool, my equipment, my weapon will prevail against that individual. എന്ന് പിശാച് പറയത്തക്കവണ്ണം. Come on, let them soldiers rise up. But you need to do the war. യുദ്ധം ചെയ്യാൻ ആത്മലോകം ഇത്ര പ്രശ്നമാണോ, ഇതെനിക്ക് മേലായി എന്ന് വിളിച്ചു പറയുന്നവൻ, you lost. ആമേൻ. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. മൂന്നാമത്തെ റീസൺ why you should fight the battle is, the third reason is to receive your inheritance. You need to fight. അവനവൻ്റെ അവകാശം പ്രാപിക്കാൻ യുദ്ധം ചെയ്തോണം. You know what I mean? John chapter 10 verse 10 verse 11. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം 11-ാം വാക്യം. റൈറ്റ്. മതി. ഓക്കെ. മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാത്ത കള്ളൻ വരുന്നില്ല. ഉദാഹരണമാണ്. പിശാചിനെ എടുത്ത് ഉദാഹരണം പറയുകയാണ്. പിശാചിന്റെ മുഴു പേർപ്പസ് എന്ന് പറയുന്നത് മോഷ്ടിക്കണം, അറുക്കണം, മുടിക്കണം. മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം മനുഷ്യന് എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അതുകൂടെ മോടിച്ചുകൊണ്ട് പോകണം. അതല്ലേ ഏതൻ തോട്ടത്തിൽ സംഭവിച്ചത്? അവന് കൊടുത്തിരുന്ന ആരോഗ്യം മോഷ്ടിച്ചുകൊണ്ട് പോയി, അവന് കൊടുത്തിരുന്ന നിത്യജീവനം മോഷ്ടിച്ചുകൊണ്ട് പോയി, അവന് കൊടുത്തിരുന്ന തോട്ടം മോഷ്ടിച്ചുകൊണ്ട് പോയി,
കൊടുത്തിരുന്ന സകലവും മോഷ്ടിച്ചുകൊണ്ട് പോയി. അതല്ലേ സംഭവിച്ചത്? സ്റ്റീൽ. ആമേൻ. ഇന്നും പിശാചിൻ്റെ ആഗ്രഹം അതാണ്. ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ പാടില്ല. സുവിശേഷം കേട്ടാലും സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം ജീവിതത്തിൻ്റെ മേൽ വരാൻ പാടില്ല. സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിൽ പ്രവേശിക്കാൻ പാടില്ല. നല്ല ആരോഗ്യത്തിൽ ജീവിക്കാൻ പാടില്ല. സ്വസ്ഥതയോടെ ജീവിക്കാൻ സമ്മതിക്കരുത്. പിശാചിൻ്റെ ആഗ്രഹം. അതിൻ്റെ നടുവിൽ അത് കവർച്ച ചെയ്യാൻ വരുമ്പോൾ, അതിനല്ലേ വരുന്നത്, ആരോഗ്യത്തെ കവർച്ച ചെയ്യാൻ വരും. മെഡിക്കൽ റീസൺസ് അല്ലാത്ത റീസൺ രോഗങ്ങൾ കൊണ്ടെന്നറിയോ? അവർ കണ്ടുപിടിക്കാൻ വയ്യാത്ത കാരണങ്ങളുണ്ട്. കാര്യം ഇല്ല. എവറിത്തിങ് നോർമൽ എന്ന് പറയുമ്പോഴും ടെറിബിളി സിക്കായ ആളുകളുണ്ട്. ആമേൻ. ഈവൻ അല്ലാതെ കാരണം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സമയങ്ങളുണ്ട്. അതിന് നടുവിൽ ടു ബി ഹെൽത്തി, ജീവിതത്തിനെതിരെ പൊരുതുന്ന, നിങ്ങൾക്ക് രോഗം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തിയെ ചെറുത്ത് നിൽക്കാൻ ഒരു യുദ്ധം വേണം. Amen. I don't know how many of you are familiar with all that. May not be. കുറേ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ വന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഞങ്ങൾ ഈ ആത്മയുദ്ധം, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങിയ കാലത്തിൻ്റെ ആദ്യത്തെ സമയങ്ങളിലൊക്കെയാണ്. ഒരു രാത്രി വന്നിട്ട് പറഞ്ഞു, നിന്നെ കൊല്ലാനുള്ള ദിവസം തീരുമാനിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഉറക്കെ വിളിച്ച് പറയുന്നത്. പതിയോല ഭയങ്കര ശബ്ദമല്ല, ഇടിമുഴക്കം പോലെയാണ് മുറി വന്ന് പറയുന്നത്. സ്വപ്നമല്ല. ഞാൻ പറഞ്ഞ പിശാചേ, നീ എന്നെ തൊടത്തില്ല. എൻ്റെ പ്രാണൻ ദൈവം നിയമിച്ചു തന്നിരിക്കുകയാണ്. നിനക്ക് എൻ്റെ മേൽ ഒരവകാശവും ഇല്ല. ദാറ്റ്സ് ഇറ്റ്. അന്നങ്ങ് പോയി. 2 ദിവസം കഴിഞ്ഞ് പോകുന്നു. വന്നും വെച്ച് പറഞ്ഞു, നിൻ്റെ തൊണ്ട ഞാൻ അടപ്പിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ തൊണ്ടയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രസംഗിക്കാനുണ്ടാക്കിയ തൊണ്ടയാണ്, അല്ല സാധാരണ ആവശ്യത്തിനുണ്ടാക്കിയ തൊണ്ടയല്ല എൻ്റെ. ടു മീ ഐ സ്പീക്ക് ഫോർ ലോങ് അവേഴ്സ്. 5 മണിക്കൂർ പ്രസംഗിക്കും, 6 മണിക്കൂർ പ്രസംഗിക്കും, 8 മണിക്കൂർ പ്രസംഗിക്കും. ദിവസം തൊണ്ട അടയ്ക്കില്ല. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കും. വല്ലപ്പോഴും അല്ല, എല്ലാ ദിവസവും ഇത് ചെയ്യത്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്ന സൂത്രമാണിത്. അപ്പോൾ ഇയാൾ വന്ന് എന്നോട് പറഞ്ഞ എന്താണ്, മേല നിന്നെ കൊണ്ട് ഇങ്ങനെ സെമിനാർ നടത്തിക്കില്ല, നീ ഇങ്ങനെ നടന്ന ആളുകളെ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല, നിൻ്റെ തൊണ്ട അടപ്പിക്കും. ഞാൻ പറഞ്ഞു, യു വോണ്ട് ടച്ച് മൈ ത്രോട്ട്, ഇറ്റ് ഈസ് ഹോളി അൺടു ദ ലോർഡ്. ദാറ്റ്സ് ഇറ്റ്. അയാളങ്ങ് പോയി. ഞാൻ ഒന്ന് കുലുങ്ങിയിരുന്നെങ്കിൽ അയാൾ എൻ്റെ തൊണ്ടയ്ക്ക് കുഴപ്പം കൊണ്ടുതന്നെ. He was planning for something wrong, to afflict my throat, to stop me preaching. ഇങ്ങനെ കുറേ പരിപാടി ഉണ്ടായേക്ക്. മോഷ്ടിക്കാനും അറുപ്പാനും മുടിപ്പാനും അവൻ വരുന്നു. I tell you the truth. You want to be healthy? Resist the devil. Resist the devil. Resist the devil. Refuse to be sick. I believe it. ഒരു രോഗം വരില്ല എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. യെസ്, രോഗം മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇൻ ദ സ്പിരിറ്റ്, refuse to be sick and say, by his stripes I am healed. അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. You want to be healthy? Resist the devil. Resist the devil. ആമേൻ. അതുപോലെ എന്തും ബാക്കി ജീവിത മണ്ഡലങ്ങൾ സമ്പത്തായിരിക്കാം. ചിലപ്പോൾ ആത്മലോകത്തിൽ ഇറങ്ങിയ നിമിത്തം ദേഷ്യം കയറി, നിങ്ങളോട് ദേഷ്യം കയറിയിട്ട് ഇതിന് നാശം വരുത്താൻ പദ്ധതികളുണ്ടാക്കും. കാരണം വീട്ടുകാരെ കൊണ്ട് പറയിക്കണം, അങ്ങനെ പോയിട്ടാ ഇതെല്ലാം നിനക്ക്. കണ്ടില്ലേ നമ്മുടെ പിതാക്കന്മാരുടെ എല്ലാം കൂടെ ശാപം.
എല്ലാം കൂടെ നിൻ്റെ മണ്ടേ കയറിയതാ എന്ന് പറഞ്ഞ് നിങ്ങളെ ഷേക്ക് ചെയ്യണം. അതാണ് ആ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന തിരക്ക്. ആമേൻ. അതിൻ്റെ നടുവിൽ ചെറുത്ത് എന്ന് പറയണം, പിശാചേ ഒറ്റ അപഹരിക്കാൻ നിനക്ക് പറ്റില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വസിക്കും. അപഹരിച്ചുകൊണ്ട് പോകാൻ നിന്നെക്കൊണ്ട് പറ്റില്ല. സമ്പത്തായിരിക്കാം, ബിസിനസ്സിനെ തൂപ്പിക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ല. എൻ്റെ ജോലി ഇല്ലാതാക്കി, എന്നെ ബുദ്ധിമുട്ടിലാക്കി, ഞെരുക്കത്തിൽ എന്നെ നാട്ടിൽ തിരിച്ചു വിടാൻ നിന്നെ സമ്മതിക്കില്ല. നിൻ്റെ ഒരു പദ്ധതിയും അനുവദിക്കില്ല. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. എന്നെ അവിടുത്തെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതാണ്. I am called a child of God. Really, I am a child of God. Do you know what it means to be a child of God? Really, I am born to Him. To Him. Amen. അനുഗ്രഹങ്ങൾ കയ്യിലിരിക്കണമെങ്കിൽ പൊരുതെങ്കിലേ ഒക്കുള്ളൂ. അല്ല ഈ പുള്ളി അതിലെങ്കിലും പോയി നടക്കുന്നു, അയ്യോ പേടിച്ച് ജീവിച്ചാൽ എല്ലാം മാറിക്കൊണ്ട് മക്കളെ. Be very careful. All right. Now, that is the third thing. And number 4. മത്തായി സുവിശേഷം 12:29 Matthew 12:29. Why do you do a spiritual battle? Matthew 12:29. No. 12:29. മത്തായി 12. ആ ആ റൈറ്റ്. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം വല്ലവരുടെയും വീട്ടിൽ കയറി കവർ ചെയ്യണമെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? ആണോ? യേശു അങ്ങനെ പഠിപ്പിക്കുന്ന ആളല്ല. പിന്നെ എന്താണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം? 28-ാം വാക്യം, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. I cast out devil. Why do I cast out demons? I do it because the kingdom of God has come. Listen to me. ഭൂമി ആരുടെ കയ്യിൽ? 1 യോഹന്നാൻ 5:19 പറഞ്ഞല്ലോ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഭൂമി മുഴുവൻ അവൻ്റെ കയ്യിൽ. ഏത് മനുഷ്യരുടെ മേലും അവൻ തന്നെ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്നു. കുറേ മനുഷ്യരുടെ അകത്ത് കയറി താമസിക്കുന്നു, വീട്ടിൽ കയറി താമസിക്കുന്നു. സ്തോത്രം. അയാൾ പറഞ്ഞ എൻ്റേതാണ്. ഓർമ്മയുണ്ടോ യേശുവിനോട് പറഞ്ഞത്? എന്താ പറഞ്ഞതറിയോ? ആ മുഴുവൻ എൻ്റെ വകയാണ്, എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്, എനിക്ക് ഇഷ്ടമുള്ളവനും കൊടുക്കും. അങ്ങനെ പറഞ്ഞേ, എനിക്ക് ഇഷ്ടമുള്ളവനും കൊടുക്കും. നീയും എന്നെ നമസ്കരിച്ചാൽ നിനക്ക് തന്നേക്കാം. യേശു പറഞ്ഞു, get out devil, it doesn't belong to you. ഇത് പറഞ്ഞോ? ഇല്ലല്ലോ, യേശു അങ്ങനെ പറഞ്ഞില്ല. ഇടയിലായിരിക്കുന്നത് ഇത്. ശരിയാണ്. സ്തോത്രം. അയാളുടെ കയ്യിലിരിക്കുന്നു പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യരെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാത്തിനെയും പിടിച്ച് അമക്കി വെച്ചിരിക്കുകയല്ലേ, അയാളുടെ ആജ്ഞ അനുസരിപ്പിച്ചിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അയാളുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു കൂട്ടം മനുഷ്യരാണ്. ദൈവരാജ്യം മനുഷ്യരാണെങ്കിൽ അയാളുടെ രാജ്യവും മനുഷ്യരാണ്. ദൈവരാജ്യം ദൈവത്തെ അനുസരിക്കുന്നവരുടെ കൂട്ടം, പിശാചിൻ്റെ രാജ്യം അവനെ അനുസരിക്കുന്നവരുടെ രാജ്യം. അപ്പം അൾട്ടിമേറ്റ്ലി ഇവിടെ എന്താ സംഭവിക്കേണ്ടത്? നമ്മൾ പറഞ്ഞത് ദൈവരാജ്യം സ്ഥാപിക്കണം. ദൈവരാജ്യം സ്ഥാപിക്കണമെങ്കിൽ ആ രാജ്യത്തുള്ളവനെ ഈ രാജ്യത്ത് കൊണ്ടുവരണം, ട്രാൻസ്ഫർ ചെയ്യണം. നല്ല കൊള്ളു. സ്തോത്രം. ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്ത് ആളെ കൊണ്ടുപോകാൻ, അതും പരസ്പര വിരുദ്ധമായ രാജ്യത്ത് ആളെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യാതെ ശത്രു രാജ്യത്ത് നാളെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇത് സഖ്യകക്ഷികളല്ലല്ലോ. ദൈവവും പിശാചും സഖ്യകക്ഷികളല്ല. അവർ നേരെ വിപരീത രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്ത് നിന്നൊരാളെ ദൈവരാജ്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ബലവാനെ പിടിച്ചേട്ടണം. ഉദാഹരണം പറയാണ്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ആളുകളെ രക്ഷിക്കുന്ന കാര്യമാണ് പറഞ്ഞത്, പിശാചിനെ പുറത്താക്കുന്ന കാര്യം. പിശാചി കയറി താമസിക്കുന്ന വീട്ടിലോട്ട് എന്നിട്ട് പറയണം, അപ്പോൾ അയാളവിടെ വാഴുകയാണ്, അയാളവിടെ പിടിച്ച് ആദ്യം കെട്ടിയെങ്കിലേ വീട്ടിൽ കയറാനും എന്തെങ്കിലും ആളുകളെ സ്വതന്ത്രമാക്കാനും പറ്റുള്ളൂ. അവിടെ കയറി പിടിച്ച് കെട്ടിയും വെച്ച് കോളറിനെ പിടിച്ച് ഒരു ഞെക്കി മൂലയിലോട്ട് തല തള്ളി വെച്ച് വേണം മിണ്ടി പോരുത്.
ഞാൻ ഈ വീട്ടുകാരെ കൊണ്ടുപോകാൻ വേണ്ടി ദൈവം എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണെന്ന് പറയണം. അയാളെ പിടിച്ച് കെട്ടി മൂലയിൽ ഒതുക്കാതെ ഈ പണി നടക്കത്തില്ല. സ്തോത്രം. അയാളെ പിടിച്ച് കെട്ടിയാൽ പിന്നെ വീട്ടുകാരെ പുറത്തു കൊണ്ടുപോകാം. അവിടെ ആരും രക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഉള്ള സത്യം ഉള്ള പോലെ പറ. അയാളുടെ കയ്യിൽ നാളെ പുറത്തു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. അപ്പം അതിൻ്റെ അർത്ഥം യുദ്ധത്തിൽ നമ്മൾ ജയിച്ചില്ല. ഒന്നേ നമ്മൾ യുദ്ധം ചെയ്തില്ല, ഇല്ലെങ്കിൽ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചില്ല. ജയിച്ചിരുന്നെങ്കിൽ പറയാമെങ്കിൽ പറ, ജയിച്ചിരുന്നെങ്കിൽ ആളെ പുറത്തു കൊണ്ടുവന്നേനെ. സ്തോത്രം. അപ്പം ആളുകൾ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്ത ആളെ തോപ്പിക്കണം. പിടിച്ചു കെട്ടിയൊരു മൂലയ്ക്ക് ഒതുക്കിയാൽ എന്നെ യേശു അങ്ങനല്ല പറഞ്ഞത്. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അഭിഷേകം ചെയ്തു, ആത്മാവ് ഇപ്പോഴും എൻ്റെ മേൽ ഉണ്ട്. ആമേൻ. ദാറ്റ് മീൻസ് every gospel work is a battle. It's a battle. You try to share your testimony with somebody, it's a battle. May not be big preaching, a sharing of your testimony, it's a battle. Why do you do it? സത്യമായിട്ട് ചെയ്യുന്നത് എന്തിനാ ചെയ്യുന്നത്? നിങ്ങൾ ആരോട് പറയുന്നോ അവരെ മറ്റേ രാജ്യത്തിൽ നിന്ന് രാജ്യത്തിലാക്കാനാണ് അത് പറയുന്നത്. ചുമ്മാ തമാശന് പറയുന്നതല്ല, നേരം പോക്കിന് പറയുന്നതല്ല. ശരി പറയുന്നവരുടെ കാര്യം ഞാൻ പറയാണ്. ആത്മഭാരത്തോടെ സുവിശേഷം പറയുന്നവരുണ്ട്, സാക്ഷ്യം പങ്കെടുത്തവരുണ്ട്. അവരുടെ ലക്ഷ്യം ഇന്നല്ലെങ്കിൽ നാളെ നീ പിശാചിൻ്റെ രാജ്യത്തിൽ നിന്ന് പുറത്തു വരണം, നീ ദൈവത്തിൻ്റെ രാജ്യത്തിൽ കയറണം. അതിനാണ് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്നത്, വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്നത്. ഇറ്റ്സ് എ ബാറ്റിൽ. ഇറ്റ്സ് എ വാർ. അങ്ങനെ വാർ ചെയ്താൽ പിശാചിൻ്റെ കയ്യിൽ നിന്ന് ഒരാളെ പിടിച്ചെടുത്തുകൊണ്ട് പോയി. പിശാച് പറയാം, ആ പോയി, എന്തായാലും പോയി, ആ പോട്ട് എന്ന് പറയുമോ? പിന്നെ എന്താ പറയും? ഒത്താലും ഒത്തില്ലെങ്കിലും പറഞ്ഞ് നിന്നെ എവിടെങ്കിലും വെച്ച് ഞാൻ കണ്ടോളാം. നീ എൻ്റെ ആളെ കൊണ്ടുപോയാൽ നിന്നെ അങ്ങനെ ഞാൻ വിടില്ല, എവിടെങ്കിലും കൊട്ടൊരു ഒരു പണി ഞാൻ തരും. അയ്യോ, അയാൾ കൊച്ചുപുള്ളിയല്ലെന്നേ, ഭയങ്കര ദേഷ്യവും വൈരാഗ്യമുള്ള ആളാണ്. ഞാൻ നിങ്ങളെ സ്കെയർ ചെയ്യല്ല, പേടിപ്പിക്കല്ല. പ്ലീസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ബട്ട് ഇറ്റ്സ് എ ട്രൂത്ത്. ഇറ്റ്സ് എ ട്രൂത്ത്. നിങ്ങളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നിങ്ങളുടെ രാജ്യത്ത് കയറി അടിയടിച്ച് അയാൾ ആളെ കൊണ്ടുപോയതാണ്. അയാൾക്ക് സേനയുണ്ട്, മുഴുവൻ ഇടത്തും അയാളുടെ അധികാരങ്ങളുണ്ട്, അയാളുടെ സംവിധാനങ്ങളുണ്ട്. നമുക്ക് വെൽ ഓർഡൈൻഡ് ഒരു സ്കീമാറ്റിക് ലോകമാണ് അയാളുടെ ലോകം. വെരി പർപ്പസ്ഫുൾ, വെരി സ്കീമാറ്റിക്, വെരി ഓർഗനൈസ്ഡ്. നിങ്ങളറിയണം, ദൈവത്തിൻ്റെ ഭരണം കണ്ട് പഠിച്ചവനാണ് ഇയാൾ. ആലസന്മാരുടെ കൂടെ ഇരുന്നവനല്ല ഇയാൾ. ഭൂമി മുഴുവൻ, ഈ അഖിലാണ്ടം മുഴുവൻ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ് ചെയ്ത് ബ്യൂട്ടിഫുള്ളി അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ദൈവത്തിൻ്റെ ഏറ്റവും അടുത്തിരുന്ന പുള്ളിയാണ് അയാൾ. What do you think about that fellow? Right. അപ്പോൾ ആളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ യുദ്ധം ചെയ്യണം. ആമേൻ. നല്ല പോലെ യുദ്ധം അനുഭവിച്ചിട്ടുള്ളവരും ഉണ്ട്. ഒരു സമയത്ത് ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു, സാറേ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചത് പറ്റി? വെൽ, അവർക്ക് മേജർ പ്രോബ്ലം. ഞാൻ ചോദിച്ചു, ടെൽ മീ വാട്ട്. അപ്പോൾ ഒരു മാനസിക വിഭ്രാന്തി പോലെ. ഓക്കെ. അപ്പം ഇയാളിരിക്കുന്ന സഭ കുറേ കാലം കൊണ്ട് ആരും രക്ഷിക്കപ്പെടാത്തൊരു സഭയാണ്. വർഷങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടാത്ത ഒരുണങ്ങിയ സഭയിലാണ് ഈ പുള്ളി ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ അടുത്ത കാലത്ത് വല്ലൊരു സ്നാനപ്പെട്ടോ? അപ്പം എന്നോട് പറഞ്ഞ് സ്നാനപ്പെട്ടു. ആരാ സ്നാനപ്പെട്ടത്? അതൊരു ഹിന്ദുവാണ്. ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു യുദ്ധം. കാലങ്ങളായിട്ട് ഒരനക്കവും ഇല്ലായിരുന്നിടത്ത് പോയി ഒരാളെ പിടിച്ചെടുത്തോണ്ട് അയാളുടെ രാജ്യത്ത് നിന്ന് വന്നാൽ പുള്ളി നിളകത്തില്ലേ? അയാൾ ഇവിടെ ഉണ്ടെന്ന് അയാളെന്ന് പറയണ്ടേ?
ആണേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ദാറ്റ്സ് ഇറ്റ്. പ്രാർത്ഥിച്ചു, ആ വീട്ടിലുണ്ടായി. പക്ഷേ ഒന്ന് സ്കെയർ ചെയ്യാൻ നോക്കിയതാണ്. എൻ്റെ ആളെ കൊണ്ടുപോയാൽ നിന്നെ ഞാനങ്ങനെ വെറുതെ വിടില്ലെന്ന്. ഇതൊരു വാറാണെന്നേ. ആ രംഗത്ത് വാർ ചെയ്യണം. ഒറ്റ വാർ കൊണ്ട് തീരില്ല, അതിനെ തുടർന്ന് വാറുകൾ ഉണ്ട്. ആമേൻ. അപ്പം എല്ലാ സുവിശേഷ വേലയും എന്താണ്? യുദ്ധമാണ്, കളിയല്ല. അയാളുടെ രാജ്യത്ത് നിന്ന് ആളെ പിടിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ രാജ്യം പിടിച്ചെടുക്കുന്ന സമ്പ്രദായം. അത് ആളെന്നല്ല പറയേണ്ടത്, രാജ്യം പിടിച്ചെടുക്കുന്ന സമ്പ്രദായമാണ്. അയാളുടെ ടെറിറ്ററി കുറേ നമ്മൾ കൈവശപ്പെടുത്തുന്ന സമ്പ്രദായമാണ് സുവിശേഷ വേല. അല്ലാതെ എനിക്കും 2 വാക്ക് പറയാനറിയാം, ഞാനും ഇനി പണി തുടങ്ങുമെന്ന് പറഞ്ഞാൽ, ഫ്രണ്ട്സ്, ഐ ടെൽ യു, യു ഹാവ് എ വെരി റോങ് ഇംപ്രഷൻ അബൌട്ട് മിനിസ്ട്രി. വെരി റോങ് ഇംപ്രഷൻ അബൌട്ട് മിനിസ്ട്രി. ഇത് അങ്ങനത്തെ സൂത്രമല്ലിത്. ഇത് പിശാചിൻ്റെ രാജ്യത്തുള്ള ഡയറക്റ്റ് യുദ്ധമാണ്. അതിന് വിളിക്കപ്പെട്ടവൻ, അതിന് അഭിഷേകം പ്രാപിച്ചവൻ, അതിന് ട്രെയിനിങ് എടുക്കാന്നല്ലാതെ ഈ പണിക്ക് തൊട്ടുപോകില്ല. എല്ലാവരും സാക്ഷ്യം പറയണം, ദാറ്റ്സ് ദേ. ബട്ട് ഔട്ട് റൈറ്റ് ആയിട്ട് ഈ പണിക്ക് പോകുന്നവൻ പ്രത്യേകം സൂക്ഷിച്ചോണം. ദിസ് ഈസ് എ സീരിയസ് ബാരോ. പ്രാർത്ഥന എടുക്കൂ. മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന വാസ്തവത്തിൽ എന്താണ്? മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആർ പ്രേയിങ് ഫോർ സംബഡി എൽസ്, അല്ലേ? വേറൊരാൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രശ്നം നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് എന്തോ തകർച്ച കിടക്കുകയാണ്. നിങ്ങൾ ആ വീട്ടിൽ പോകുന്നു, നിങ്ങളവരുടെ സുവിശേഷം പറയുന്നു, നിങ്ങൾ ഉപവസിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാട്ട് ആർ യു റിയലി ഡൂയിങ്? നിങ്ങൾ ചെയ്യുന്നത് ആ വീടിന് ഡാമേജ് വരുത്തിയിരിക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികളോട് നിങ്ങൾ എതിർത്ത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ ആ കുടുംബത്തെ വിടുവിക്കുമ്പോൾ എന്താ നിങ്ങൾ വാസ്തവത്തിൽ ചെയ്യുന്നത്? മുമ്പ് ചെയ്തതുപോലെ അയാളുടെ രാജ്യത്ത് നിന്ന് ആളെ പുറത്തു കൊണ്ടുവരികയും അയാൾ ചെയ്ത പ്രവൃത്തികളെ നിങ്ങൾ അഴിക്കുകയല്ലേ ചെയ്യുന്നത്? ആണോ? അയാൾ നോക്കിയിരിക്കുമോ? ആമേൻ. അവനവൻ്റെ ആവശ്യം നിവർത്തിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ചിലപ്പം എല്ലാം ഒന്നും യുദ്ധമൊന്നുമില്ല. യുദ്ധം ചെയ്തെങ്കിലേ ശരി കിട്ടുകയുള്ളൂ, അത് വേറൊരു കാര്യം. ഇപ്പം ആവശ്യം വരുമ്പം നിലവിളിക്കാത്ത മനുഷ്യരാരാ? ആരും നിലവിളിക്കും. അത്യാവശ്യം വരുമ്പോൾ ഉപവസിക്കാത്തവരാരാ? ഒരിക്കലും ഉപവസിക്കാത്തവനും ഗ്രഹപ്പന വന്നു കയറിയാൽ ഉപവസിക്കും. അതിനകത്തൊന്നും പുണ്യമൊന്നും ഇല്ലെന്നേ. അവനവൻ്റെ കാര്യത്തിന് വേണ്ടി ഉപവസിക്കുന്നതിനകത്തും പ്രാർത്ഥിക്കുന്നതിനകത്തും പ്രത്യേകിച്ച് പുണ്യമൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും യു ആർ ഫോഴ്സ്ഡ് ബിക്കോസ് യു ഹാവ് നോ അതർ ചോയ്സ്. ബാക്കിയെല്ലാം നോക്കിയിട്ടല്ലേ അവസാനത്തെ മണിലേ ഈ പണി ഒപ്പിക്കുന്നത്. സ്തോത്രം. അതേസമയം വേറൊരാൾക്ക് വേണ്ടി രംഗത്ത് ചെല്ലുമ്പോൾ യു ആർ ഫൈറ്റിംഗ് വിത്ത് ദ ഡെവിൾ ഫോർ സംവൺ എൽസ്. അപ്പോൾ അതൊരു സീരിയസ് യുദ്ധമാണ്. അപ്പം ആ കുടുംബത്തിന് വിടുതലുണ്ടാകണമെങ്കിൽ യുദ്ധം ചെയ്ത് വിടുതലുണ്ടാക്കി കൊടുക്കണം. അല്ല കൊച്ചൊരു പ്രാർത്ഥന കൊണ്ടല്ല വിടുതലുണ്ടാകുന്നത്. ഇറ്റ്സ് എ വാർ. അപ്പം ചുരുക്കി പറഞ്ഞാൽ പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ യുദ്ധം ചെയ്യണം. സത്യവിശ്വാസത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ പൊരുതിയെങ്കിലേ സാധിക്കുകയുള്ളൂ. ദൈവിക അവകാശങ്ങൾ, വചനത്തിൽ പറയുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ കൈവശമാക്കണമെങ്കിൽ ഇതിനെ മുഴുവൻ തടയുന്ന പിശാചിൻ്റെ ലോകത്തെ ചെറുത്ത് മാറ്റി നിർത്തിയെങ്കിലേ പറ്റുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഓർമ്മയുണ്ടോ ദാനിയേൽ ഒരിക്കൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന? 10-ാം അധ്യായത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം ജനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അദ്ദേഹത്തിന് വെളിപ്പാടുണ്ടായിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അവിടെ എന്താ സംഭവിച്ചത്? ദാനിയേൽ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ദൈവം ഉത്തരം വിട്ടു. ആണല്ലേ? അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നീ ഏറ്റവും പ്രിയനാകയാൽ. എത്രാം വാക്യമാണ്? ദാനിയേൽ പ്രവചനം 10-ാം അധ്യായമാണ് പറയുന്നത്. 11. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഉത്തരവയച്ച്. പ്രാർത്ഥിച്ചു തുടങ്ങി, ഉത്തരമായി. ഉത്തരം കൊണ്ട് ആളെ വിട്ടു. ആളെ വിട്ടെങ്കിലും
എന്ത് സംഭവിച്ചു? 21 ദിവസമായിട്ട് ആളിങ്ങെത്തുന്നില്ല. ആരാ വരുന്നത്? ദൂതനാ വരുന്നത്. ദൂതനെ പറഞ്ഞു വിട്ടിട്ടും ദൂതന് താഴെ വരാൻ മേല. കാരണം ഒരുത്തൻ കയറി വഴിക്ക് തടഞ്ഞു. വഴിക്ക് തടഞ്ഞിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് യുദ്ധമായി കലാശിച്ചു. കാണാത്തൊരു യുദ്ധം. ദാനിയേൽ ഇതൊന്നും കാണുന്നില്ല. നമ്മൾ പറഞ്ഞ ആത്മമണ്ഡലത്തിൻ്റെ കാര്യമാണ്. സ്വർഗത്തിൽ നിന്ന് ആൻസർ റിലീസ്ഡായി, ആൾ വന്നു. പക്ഷേ താഴെ വരാൻ കഴിയാതെ പ്രാർത്ഥിക്കുന്നവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആകാശമണ്ഡലത്തിൽ ഇയാൾ അറിയാത്തൊരു യുദ്ധം, ടെറിബിൾ വാർ. 21 ദിവസം ദൂതൻ യുദ്ധം ചെയ്യേണ്ടി വന്നെന്ന് പറഞ്ഞാൽ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ദാറ്റ് വാർ? അതിൻ്റെ ഗൗരവം ആലോചിക്കാം. മനുഷ്യനല്ല, ദൂതൻ. ദൈവം കൊച്ചുപുള്ളി അല്ല വിടുന്നത്, കഴിവുള്ളവനെയാണ് വിടുന്നത്. എന്നിട്ടും ഈ ആൾ കയറി 21 ദിവസം എതിർത്ത് നിന്നു. എന്നിട്ട് യുദ്ധം തീർന്നു. എന്താ വായിക്കുന്നറിയാം? താഴോട്ട് വായിച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വേറെ ഒന്നിനും വിടാത്തൊരു ദൂതനുണ്ട്. അയാൾ ദൈവത്തിൻ്റെ പ്രധാന ദൂതനാണ്. ഈ ആവശ്യം വന്നപ്പോൾ, ഈ ദൂതന് കാര്യം പരാജയപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് റിലീസ് ചെയ്ത് അദ്ദേഹം വന്ന് യുദ്ധം ഏറ്റെടുത്തു. അങ്ങനെയാണ് ഗബ്രിയേൽ ദൂതൻ താഴെ വന്ന് ദൂത് പറഞ്ഞു കൊടുക്കുന്നത്. ആമേൻ. അപ്പോഴേ പ്രാർത്ഥനയുടെ മണ്ഡലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ താഴെ പ്രാർത്ഥന, പക്ഷേ മേളി യുദ്ധം അല്ലേ? ജനത്തിന് വിടുതലുണ്ടാകരുത്. ദൈവം പറയുന്നു ഈ ജനത്തെ ഉദ്ധരിക്കാൻ പോകുന്നു, ഈ ജനത്തിന് ഞാൻ വിടുതലയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പാർശ്വരാജ്യത്തിൻ്റെ പ്രഭു പറയുന്നത്? അന്ന് വാഴുന്ന രാജ്യം പാർശ്വരാജ്യമാണ്. അതിൻ്റെ ആധിപത്യമുള്ള ദുഷ്ടപ്രഭു മേലിലുണ്ട്. ഈ ഭരണാധികാരിക്ക് മീതെ അങ്ങ് മേലിലൊരാളുണ്ട്. ഇതിനെല്ലാം അയാൾ പറഞ്ഞില്ല, വിട്ടേക്കാൻ പറ്റില്ല. കാരണം ആളുകൾ എൻ്റെ രാജ്യത്ത് താമസിക്കുന്നു, അവർ വിശുദ്ധരല്ല. ദാനിയേലേ, നീ ഒരുത്തൻ വിശുദ്ധനാണ്, പക്ഷേ നീ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു? അവർ വിശുദ്ധരല്ല, അവരെൻ്റെ ആളാ. അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നവരാണ്. അവർക്കുള്ള അനുഗ്രഹമൊന്നും തരാൻ പറ്റത്തില്ല, ഇവരെ വിടുവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും നിർബന്ധിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഇവൻ ഉത്തരം കിട്ടാതെ എഴുന്നേക്കില്ല എന്നുള്ള മാറ്റിയിരിക്കുക. അല്ല, 21 ദിവസം പറഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. ആമേൻ. അതിന് നടുവിൽ ഈ യുദ്ധത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ദൂതനും കൂടി വന്ന് യുദ്ധം ചെയ്ത് ജയം കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. അപ്പം ഈ ആത്മലോകം എന്ന് പറയുന്നത് ഓൾ ടുഗദർ ഇറ്റ്സ് എ വാർ. ഈ കാണുന്ന ലോകവും കാണാത്ത ലോകവും തമ്മിൽ ഒരു യുദ്ധമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ കാണുന്ന നമ്മൾ, ഈ ജഡത്തിൽ ജീവിക്കുന്ന നമ്മൾ കാണാത്ത ലോകത്തോട് യുദ്ധം ചെയ്ത് ജയമെടുക്കണം. അപ്പം ഈ കാണാത്ത ലോകത്തെ കാണണം, കാണാത്ത ലോകത്തിൻ്റെ പദ്ധതികളെ അറിയണം, അതിനോട് യുദ്ധം ചെയ്ത് എങ്ങനെ പഠിക്കണം, യുദ്ധം ചെയ്ത് ജയമെടുക്കണം. ഇതിനെല്ലാം കൂടെ പറയുന്നൊരു വാക്കാണ് സ്പിരിച്വൽ വാർ. ആമേൻ. ഈ പാഠം അറിയാതെ കാര്യം പറ്റില്ല. അപ്പം ഇതിന് അടിസ്ഥാനപരമായി എങ്ങനെ ഈ യുദ്ധം ചെയ്യണമെന്ന് ഒന്ന് അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. മേജറായിട്ട് ഇറ്റ് ഈസ് എ ലോങ് ലെസൺ, ബട്ട് ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ടെൽ യു ജസ്റ്റ് എ ഫ്യൂ തിങ്സ്. ഒന്ന്, നമ്മൾ അറിയണം ആരാണ് നമ്മുടെ ശത്രു. യുദ്ധം ചെയ്യണമെങ്കിൽ അതല്ലേ അത്യാവശ്യം. ശത്രു ആരാണെന്നറിയണം, അയാൾക്ക് എന്തോ കഴിവുണ്ടെന്നറിയണം, എന്ത് കഴിവുകേടുണ്ടെന്ന് അറിയണം. അങ്ങനെയാണ് എനി വാർ. യു മസ്റ്റ് ഐഡൻറ്റിഫൈ യുവർ എനിമി. യു മസ്റ്റ് നോ വാട്ട് പവേഴ്സ് ഹി ഹാസ്, വാട്ട് ആർ ദ വെപ്പൺസ് വിത്ത് ഹിസ് ആർമി. അപ്പം പിശാചിനെ അറിയണം, നമ്മുടെ ശത്രുവിനെ അറിയണം. 2, അയാളുടെ കയ്യിൽ എന്തോ ആയുധം ഉണ്ടെന്നറിയണം. ആയുധം എന്തോ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ അതിന് തക്ക കൗണ്ടർ ആയുധങ്ങൾ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ആമേൻ. എന്നിട്ട് അതിന് തക്ക ആയുധം എന്താണെന്ന് വെച്ചാൽ നമുക്കും കൂടി എടുക്കണം. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ചുരുക്കമായിട്ട് ഒന്ന് നോക്കണം. ഇന്ന് രാത്രിയല്ലേ? ആമേൻ. ക്ഷീണിച്ചില്ലേ? ജോലിയൊക്കെ ചെയ്തിട്ട് വന്നതാണ്, സ്വാഭാവികം. എന്നാലും യുദ്ധം പറഞ്ഞപ്പോൾ പേടിക്കല്ലേ.
നല്ല അലേർട്ടായിട്ടിരുന്നെങ്കിൽ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ആമേൻ. എല്ലാ ജീവനും പോയ പോലെ. ആമേൻ. അപ്പം ഇന്ന് നമ്മൾ അത്യാവശ്യത്തിന് ഇച്ചിരി മുഖവര കാര്യങ്ങൾ പറഞ്ഞതാണ്. ഓക്കെ, എന്താണ് യുദ്ധം എന്ന് നമ്മളൊന്ന് ചെറുതായിട്ട് പറഞ്ഞു. ഇച്ചിരി പിന്നെ പറയാം കൂടുതലായിട്ട്. ദ നീഡ് ഫോർ വാർ, ദ സീരിയസ്നെസ് ഓഫ് ദ വാർ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ടുമോറോ നമ്മൾ നമ്മുടെ ശത്രുവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. You should have a proper understanding of your enemy. Do not overestimate him, but do not underestimate him. അത് വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് പൊക്കി കാണിച്ച് നമ്മൾ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷേ അങ്ങേരെ എന്നാ പുള്ളി എന്നാ കാണിക്കാൻ എന്നും പറഞ്ഞ് നടക്കുകയും ചെയ്യരുത്. അതല്ലേ ഞാൻ പറഞ്ഞത്. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, ഉറങ്ങിയാൽ നിന്നെ കൊണ്ടുകളയും. അയലില്ലാത്ത നാടില്ല, ദേശമില്ല, അയലിങ്ങനെ അലറി കാടളക്കി ആരെയും ഇളക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ബി വെരി കെയർഫുൾ. സോ കം പ്രിപ്പയർ ടുമോറോ വിത്ത് പ്രേയർ. ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ്. ദിസ് ഈസ് എ സീരിയസ് ട്രെയിനിങ്. ദിസ് ഈസ് എ വാർ ട്രെയിനിങ്. സോ കം വിത്ത് പ്രേയർ. വെറുതെ വരരുത്. ഇതിന് നല്ല ദൈവകൃപ വേണം, ഗ്രഹിക്കാൻ കൃപ വേണം, ഇത് ചെയ്യാനും കൃപ വേണം. ഓൾസോ പ്രേ ഫോർ അസ്. ഞങ്ങളിതിനെ ട്രെയിനിങ് തരാൻ വന്നിരിക്കുകയാണ്. പുള്ളിക്ക് ഞങ്ങളോട് ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങളും ഈ ഭയങ്കര വഴക്കാണ് സ്ഥിരം. സ്തോത്രം. അപ്പോൾ ട്രെയിനിങ്ങിന് വിട്ടിരിക്കുന്ന ഞങ്ങൾക്കും ദൈവത്തിൻ്റെ ശക്തി വേണം, കൃപ വേണം. ഒരുപാട് മണ്ഡലങ്ങൾ വീട്ടിൽ വിട്ടിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നിരിക്കുന്നത്. റൈറ്റ്. അതുകൊണ്ട് പ്രേ ഫോർ us ഓൾസോ. ആമേൻ. പക്ഷേ ആര് ജയിക്കും? ആര് ജയിക്കും? നമ്മൾ ജയിക്കും. ആമേൻ. ധൈര്യമായിട്ട് പറയാമോ? ഞാൻ ജയിക്കും. കമാൻ, ഞാൻ ജയിക്കും. ഞാൻ ജയിക്കും. യേശു നിമിത്തം ഞാൻ ജയിക്കും. പിശാച് ജയിക്കില്ല. ഞാൻ പിശാചിനെയും പാതാളത്തെയും ജയിക്കും. ആമേൻ. ഹല്ലേലൂയ. God bless you.